അപ്പൊ ഗുഡ് ഈവനിങ് ഹോൾ, എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. അപ്പം നമ്മളെ എല്ലാ നാനാ ജില്ലകളിൽ നിന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഈ സൂമില് നമ്മളെല്ലാവരും ഒന്നിച്ചാക്കിയ സർവേശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സഫി അബ്ബാസ്, മൂവാറ്റുപുഴയാണ്. നമ്മുടെ ലീഡേഴ്സ് യൂനസ് സാറ്, അഭിലാഷ് സാറ്, ഡാനി സാറ്, ഇവരുടെയൊക്കെ അണ്ടറിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. നമുക്ക് ചെറിയൊരു ടീമുണ്ട്, അത് ഡെവലപ്പായി വരുന്നു. നല്ല രീതിയിൽ വർക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ലീഡേഴ്സിന്റെ ഒക്കെ കട്ട സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ തന്നെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സിന്റെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനും ഞങ്ങൾ വളരെയധികം ശ്രമിക്കുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഇവിടെ നമ്മൾക്ക് ടെസ്റ്റ് മണിയാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങി അത് ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടിയ സത്യസന്ധമായ റിസൾട്ട് ഓരോരുത്തരും ഇതൊക്കെ ഒരു പ്രചോദനമാകും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ റിസൾട്ട് പറയുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓരോരുത്തരായി റിസൾട്ട് പറയാൻ വരണം. ഞാൻ ആരുടെ പേര് വിളിക്കുന്നില്ല, ഓരോരുത്തരെ ഘട്ടം ഘട്ടമായിട്ട് വന്ന് റിസൾട്ട് പറയുക. ഓക്കെ, എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ പറയാനായിട്ട് ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾക്ക് വായതോരാതെ പറയാനുള്ള റിസൾട്ടുകളുള്ള പ്രോഡക്റ്റ് അല്ലേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഉറക്കത്തിലും ഇത് പറഞ്ഞു പോകുന്നുള്ളതാണ് കൂടെ കിടക്കുന്ന വൈഫ് പറയുന്നത്. ഉറക്കത്തിലും നിങ്ങൾ ബയോട്ടോറിയം അത്രയും നല്ലൊരു സാധനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ റിസൾട്ട് നമ്മൾ പറയാണ്. അതായത് ഞാൻ മിനിയാന്ന് പറഞ്ഞ സംഭവം ഇന്നും കൂടി പറയണ്ട. ഇന്ന് മിനിയാന്നില്ലാത്ത ആളുകൾ പിന്നെ ഉണ്ടായിരിക്കാം. അതായത് പോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നൊരു സംഭവം ഒട്ടുമിക്ക ആളുകൾക്കുണ്ട്. അത് സ്വകാര്യത ഉള്ളൊരു അസുഖമാണെന്നുള്ളതാണ്. അപ്പോ ഇത് ആളുകൾ പുറത്ത് പറയില്ല, മനസ്സിലാകും. അപ്പൊ ആ ഒരു അസുഖം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്, ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു മാറ്റം ഉണ്ടായില്ല. മറിച്ച് ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് കുറച്ചു നാള് ഞാനും എന്റെ ഭാര്യയും ഉപയോഗിച്ച്, ഭാര്യക്ക് നല്ല റിസൾട്ട് കിട്ടി, മേടിച്ചതിന് നല്ല ഉറക്കം കിട്ടി എന്നുള്ളതാണ്. അതായിരുന്നു ഏറ്റവും വലിയൊരു മിറാക്കൽ റിസൾട്ട് എനിക്ക് പറയാനുള്ളത്. അത്രയും ഉറക്കക്കുറവായിരുന്നു പുള്ളിക്ക്, മരുന്ന് കഴിച്ച് ശരീരം ഡിസോർഡർ ആയിട്ട്. അപ്പോ അന്ന് തന്നെ നമുക്കത് വിശ്വാസമായി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉറങ്ങാനുള്ള ഗുളിക കഴിക്കാതെ ഇതിനകത്ത് കിടന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്റെ പ്രോബ്ലം എനിക്ക് മാറിക്കിട്ടി. ഓട്ടോമാറ്റിക്കലി ഞാനത് മറന്നുപോയി എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ മകൻ ഗൾഫിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് പറഞ്ഞ പോലെയാണ്, പാപ്പ ഞാൻ കാലുവേദന എന്ന സംഭവം ഞാൻ മറന്നുപോയി. എന്നാ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെയാണ് ഈ പറയുന്നത്. ഒരു മാസം കഴിഞ്ഞ് 5 ദിവസമായ സമയത്ത് പറയുകയാണ്, കാലുവേദന എന്നൊരു സംഭവം വാപ്പ ഞാൻ മറന്നുപോയി. കണ്ടമാനം മരുന്ന് ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആയുർവേദമായിട്ടും അലോപ്പതി ആയിട്ടും അല്ലാത്തതായിട്ടും ഒക്കെ. ഇവിടെ വരുമ്പോൾ വിദഗ്ധ ഡോക്ടർമാരൊക്കെ പോയി കണ്ടൊക്കെ ചെയ്യും, പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബയോട്ടോറിയം പ്രോഡക്റ്റ് കൊണ്ടുപോയി ഉപയോഗിച്ച് 1 മാസവും 5 ദിവസവും കഴിഞ്ഞപ്പോ എന്റെ മകൻ കാലുവേദന മറന്നുപോയി വാപ്പാന്ന് പറയുകയാണ്. അത് കേട്ടപ്പോണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അതായത് ഇത്രയും മരുന്ന് ഇവിടെ നമ്മൾ മരുന്നിനെ കുറ്റം പറയുന്നില്ല. മരുന്നിന്റെ കാര്യം മരുന്ന് ചെയ്തോളും ശരീരത്തിനകത്ത്. പക്ഷെ മരുന്ന് ശരീരത്തിനകത്ത് നമുക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ ഈ ബയോട്ടോറിയം തെറാപ്പിയുടെ പ്രോഡക്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് 100% ഓക്കെ എന്നുള്ളതാണ്. മറിച്ച് ആളുകൾ ഇപ്പോഴും ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത കുറെ ആളുകളുണ്ട്. അത് അവർക്ക് അതിനെപ്പറ്റി അറിയാനിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിന്നെയും അവരെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ജോയിനിങ് വരുള്ളൂ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും എല്ലാവർക്കും അത് കഴിയുമാറാവട്ടെ എന്ന് ഈശ്വരനെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീമിക്ക നമ്മുടെ സൂമിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ്. എപ്പൊ സൂം ഓപ്പൺ ചെയ്താലും കമ്പനി VIP ആണെങ്കിലും എപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് സലീമിക്കയുടെ പേര് എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കാണെങ്കിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്ന, പ്രായത്തെ മറന്ന് നല്ല രീതിയിൽ വർക്ക് എടുത്ത് പോണ
മെമ്പർ ഒരു സാറാണ്. അപ്പൊ നല്ല നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഒരു ഉറക്കമാണെങ്കിലും അതൊരു റിസൾട്ട് വലുതാണ്. കാരണം ഇന്ന് പല ആളുകളും സ്ലീപ്പ് വിൽസിന്റെ സഹായത്തിലാണ് ഉറങ്ങുന്നത്. അപ്പം അതിന് ഒരു ടാബ്ലറ്റിൽ നിന്നും ഒരു മാറ്റം അത് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാവുക എന്നൊരു വലിയൊരു റിസൾട്ട് തന്നെയാണ്. അപ്പം നല്ലൊരു റിസൾട്ടാണ് സാറ് പറഞ്ഞത്. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു. നെക്സ്റ്റ്. കേൾക്കാം കേൾക്കാം. ഞാൻ ഷീജയാണ്, കുന്നമംഗല. ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് റേഞ്ച് കുറവാ, അതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ മുമ്പേ എനിക്ക് മുട്ടിന് എല്ല് തേച്ചിൽ, നട്ടെല്ലിന് എല്ല് തേച്ചിലായിരുന്നു. അപ്പൊ മുട്ടിന് എല്ല് തേച്ചിലായിട്ട് ഡോക്ടർ സർജറി പറഞ്ഞതാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷം പിന്നെ ഇത് അലർജി, നല്ല അലർജി ആയിരുന്നു. പിന്നെ ഇയർ ബാലൻസ് വന്നിരുന്നു. 2022 ലാസ്റ്റ് ഇയർ ബാലൻസ് വന്നിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞത് മരണം വരെ ഗുളിക കുടിക്കണം എന്നാണ്. പിന്നെ മൈഗ്രെയിൻ 30 മൈഗ്രെയിൻ കൊണ്ട് നടക്കുന്ന അറിയാൻ പറ്റാത്ത അത്രയ്ക്കും മൈഗ്രെയിൻ എന്ന് പറഞ്ഞാല് മൈഗ്രെയിൻ പറഞ്ഞ ഒരു 30 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടന്ന മൈഗ്രെയിൻ ആണ്. അത്രയും സഹിക്കാൻ പറ്റാത്ത 8-10 മണിക്കൂർ കണ്ണടച്ച് വെച്ച് ജനലും വാതിലും അടച്ചിട്ടിട്ട് കണ്ണടച്ച് വെച്ച് കിടന്നുറങ്ങിയാലും കണ്ണിലേക്ക് വെളിച്ചടിച്ചിട്ട് മടക്കി വെച്ച പുതപ്പെട്ട് കണ്ണിന്റെ മുകളിൽ വെച്ചിട്ടാ കിടന്നുറങ്ങാം. ഒരു ശബ്ദം ഇല്ലാതെ, വെളിച്ചമില്ലാതെ, ഉറക്കം താനേ ഉണർന്ന് എഴുന്നേറ്റ് വന്നാൽ മാത്രമേ മൈഗ്രെയിൻ മാറുള്ളൂ. അങ്ങനത്തെ ഈ ഒരു വർഷത്തിന് ശേഷം ആകെ 2 പ്രാവശ്യം എനിക്ക് മൈഗ്രെയിൻ വന്നുള്ളൂ. ആ മൈഗ്രെയിൻ വന്ന സമയത്ത് ഞാനൊരു റെസ്റ്റ് എടുത്തില്ല, ഒന്നും ചെയ്തില്ല. റിസ്റ്റ് ബാൻഡ് നെറ്റിയിൽ കെട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ മാറി. രണ്ടാമതൊരു ദിവസം വന്നപ്പോ അങ്ങനെ തന്നെ, അന്ന് റിസ്റ്റ് ബാൻഡ് നെറ്റിയിൽ കെട്ടി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ. അപ്പൊ പിന്നെ ഇതിന് മുട്ടിന് എല്ല് തേച്ചില് പറഞ്ഞൊരു സർജറി പറഞ്ഞ ആള് ഞാൻ ഇതുവരെ സർജറി ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് എല്ലാ മാസവും പോകുന്ന ഞാൻ പിന്നെ ഡോക്ടറെ അടുത്തേക്ക് തീരെ പോവാതെ ഇത് വാങ്ങി ഉപയോഗിക്കൽ തുടങ്ങിയതിന് ശേഷം. അപ്പൊ 6 മാസത്തിന് ശേഷം ഞാൻ പിന്നെ ഒരു ദിവസം വീണിട്ട് മറ്റേ മുട്ട് നിലത്ത് കുത്തി ചിരട്ടയ്ക്ക് ചെറിയ പൊട്ട് സംഭവിച്ചു. അപ്പൊ പൊട്ട് സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയി എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിക്കാൻ ഞാൻ ചെല്ലാലും ഡോക്ടർ പറയുന്നത് കുറെ ആയല്ലോ കണ്ടിട്ട്, കാരണം എല്ലാ മാസവും കാണുന്ന എന്നെ കാണാതെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞതെന്ന്. അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് പറയാ മാഗ്നറ്റിക് തെറാപ്പിയോ അത് നല്ലതാന്ന് എനിക്കറിയാന്ന്. നമ്മളെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, ചേവായൂരാണ്, മനോജ് ഡോക്ടറാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് നല്ലതാന്ന് എനിക്കറിയാം. അത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു സാറ് ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, മദറിൻലോ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ വീട്ടിലെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കാലിന് കാണിക്കാൻ പോയി. അന്ന് ചിരട്ടക്ക് പൊട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്ന് കാണിച്ച് ആ ഒരാഴ്ചത്തേക്കുള്ള ഗുളിക വാങ്ങി. വേദന കുറവുണ്ടെങ്കിൽ രണ്ടാമതും അതേ ഗുളിക വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദന കുറവില്ലെങ്കിൽ പിന്നെയും പോയി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഗുളിക മാത്രമേ കുടിച്ചുള്ളൂ, പിന്നെ ഞാൻ കാണിക്കാൻ പോയില്ല. പിന്നെ റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ പില്ലോ പേഡ് മുട്ടില് വെച്ച് കെട്ടി രാത്രി കിടക്കുമ്പോ കെട്ടു. അതുകൊണ്ട് അങ്ങനെ അത് മാറി. അങ്ങനെ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്റെ അലർജി മാറിയില്ലായിരുന്നു. ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും അലർജി മാറിയില്ല. ഞാൻ മീറ്റിങ്ങിനൊക്കെ വരുമ്പോ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ല, ചുമയാണ് വീഡിയോയിൽ കേൾക്കുക. അപ്പൊ അങ്ങനെ പ്രയാസം വന്ന സമയത്ത് ഞാൻ 2 ആഴ്ചയിലധികം ഞാൻ ബാത്റൂമിൽ തന്നെ പോയി രാത്രി, കാരണം ചുമയുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാന് പിന്നെ ഇതില്ലേ നമ്മളെ തലയ്ക്ക് വെക്കുന്ന, പെട്ടെന്ന് പറയാൻ കിട്ടില്ല, പില്ലോ പേഡ് എടുത്ത് നെഞ്ചത്ത് ഷോളിട്ട് കെട്ടി കിടന്ന് അത് കിടക്കലും. പിന്നെ എനിക്ക് നല്ല ഉറക്കം കിട്ടി. നേരം വെളുക്കോളും ഞാൻ നന്നായിട്ട് ഉറങ്ങി. നേരം വെളുത്ത് ഉണർന്ന് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഉണർന്ന്. 2 ആഴ്ച ഉറങ്ങാത്ത ആളാണ്. സന്തോഷത്തോടെ ഉണർന്ന് എഴുന്നേറ്റ് പിന്നെ ഇതൊക്കെ അഴിച്ചു നോക്കുമ്പോ ചെറുതായിട്ടൊരു ചുമ, പിന്നെ വെള്ളം കുടിക്കുമ്പോ ബാക്കി മാറി. അങ്ങനെ അലർജി പൂർണ്ണമായിട്ടും മാറി. മറ്റേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല. ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ വരാത്തത് എന്തുകൊണ്ട്, എന്റെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തതും, അതുകൊണ്ടാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷിജ മാഡം. ഷിജ മാഡം നല്ല രീതിയിൽ തന്നെ സത്യസന്ധമായ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായ വാക്കുകളാണ് പുറത്തേക്ക് വന്നത്. മൈഗ്രെയിൻ തലവേദന അത് ഭയങ്കര റിസൾട്ടാണ്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് തലയിൽ കെട്ടുമ്പോൾ നമുക്ക് പെയിൻ മാറി കിട്ടും. അതുപോലെ ശ്വാസം മുട്ടുള്ളവർക്ക് പില്ലോ മാറ്റ് ഉപയോഗിക്കുന്നു. എല്ലാ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം എക്സ്റ്റേണലായിട്ട് ഏത് നമ്മുടെ ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ മാഡം റിസൾട്ട് വരും. താങ്ക് യു മാഡം. നെക്സ്റ്റ്.
കോഴിക്കോട് നിന്നാണ്. ഗീതയാണ്, കക്കോടി നിന്നാണ്. വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അതിപ്പോ കൊറേ കാലമായിട്ട് ഉണ്ടായിരുന്നതാണ്. അത് ഇപ്പൊ എനിക്ക് അതിന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഓപ്പറേഷൻ ചെയ്തതാണ്, പല ട്രീറ്റ്മെന്റും ചെയ്തതാണ്. എന്നിട്ടൊന്നും ഇതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള പ്രസാദാണ് എനിക്കിത് പരിചയപ്പെടുത്തിയത്. അപ്പൊ മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാഡം, കേൾക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോഴൊന്നും ഞാൻ വാങ്ങിയില്ല. 2-3 പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. അപ്പൊ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതൊക്കെ ഇപ്പം നല്ല ഇതിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഏട്ടന് കൊടുത്ത് ശ്വാസം മുട്ടലായിരുന്നു ഏട്ടന്. അപ്പം അത് കംപ്ലീറ്റ് മാറി. 70 വയസ്സുണ്ട്, 70 അല്ല 75-80 വയസ്സുണ്ട്. പിന്നെ എനിക്ക് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഏട്ടന് നല്ല ഉറക്കമുണ്ട് പറഞ്ഞ് പിന്നെ എൻ്റെ ഏച്ചിക്ക് കൊടുത്ത്, ഏച്ചിക്കും നല്ല ഉറക്കമുണ്ട് എന്ന് പറഞ്ഞ് അഞ്ചത്തിക്ക് കൊടുത്ത്. എല്ലാവർക്കും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇല്ല, അതാണ് മെയിൻ. പിന്നെ എനിക്ക് ഇറങ്ങണമെന്നുണ്ട്. പിന്നെ അത്രയും കാര്യം, അത്ര തന്നെ. താങ്ക് യു മാഡം, താങ്ക് യു ഗീതാ മാഡം നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞത്. വെരിക്കോസ് വെയിൻ നമ്മുടെ വാട്ടർ എനർജി പാഡ് നമ്മുടെ വെരിക്കോസിന്റെ ഭാഗത്ത് കെട്ടിവെച്ച് നമുക്ക് വെരിക്കോസ് നന്നായിട്ട് മാറ്റം വരും. അതുപോലെ ആ വാട്ടർ എനർജി പാഡ് ചുറ്റിയ വെള്ളം ധാരാളം കുടിക്കുകയും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ടെസ്റ്റിന് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ റിസൾട്ടുകളും കിട്ടുന്നതാണ്. അപ്പൊ മാഡം നല്ല റിസൾട്ടാണ് പറഞ്ഞത്. താങ്ക് യു മാഡം, താങ്ക് യു ഓൾ. നമുക്കറിയാവുന്ന റിസൾട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു അങ്ങനെ വർക്കെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. മാഡത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം മാഡം. നമസ്കാരം, പറഞ്ഞു സാർ. എന്റെ പേര് പ്രശാന്ത്, ചേളന്നൂരാണ്. എന്റെ ഡൗൺ ലീഡറാണ് ഇപ്പൊ സംസാരിച്ച ആള് ഗീതാ മാഡം. അപ്പൊ ഞാൻ കുറെ പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് വാങ്ങാനുള്ള കാരണം എന്റെ കാലിന് വെരിക്കോസ് ആയിരുന്നു. 2 കാലിന് വെരിക്കോസ് ആയിട്ട് എന്നെ പരിചയപ്പെടുത്തിയ എന്റെ അപ്ലൈൻ ലീഡർ പ്രഭാകർ സാറാണ്. അപ്പൊ സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, സാറ് വേറെ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എന്റെ ഇതിൽ കൂടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് മിറാക്കിൾ റിസൾട്ട് വന്നത് ഒരു കൊയിലേറ്റക്കാരനായിരിക്കുന്ന ആള് കൊയിലേറ്റം നിർത്തിയിട്ട് പിന്നെ ആ പണി നിർത്തിയ ശേഷം അയാള് തെങ്ങ് തുറക്കലായിരുന്നു. ആ തെങ്ങ് തുറക്കുന്നതിനെ കൊണ്ട് ശ്വാസമുട്ട് കാരണം അയാളെ വീട്ടിൽ നിന്ന് അയാൾ പറഞ്ഞു, ഞാൻ ഈ കൈക്കോട്ട് ഇനി തൊടൂല, ഞാൻ ഇത് കഴുകി കാട്ട് ഇനി അട്ടത്ത് വെക്കാണ് എന്ന് പറഞ്ഞ ആള് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ അയാളെ ശ്വാസമുട്ട് പോയ വഴിയില്ല. അയാൾ വീട്ടിൽ തെങ്ങ് തുറക്കാൻ തുടങ്ങി. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അയാൾ തന്നെ ഭയങ്കര സംഭവമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ നമ്മൾ കൊടുത്ത അത്രയും മിറാക്കിൾ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മൾ കൊടുത്തവരാരും നമ്മളോട് ഒരു ഇത് പറഞ്ഞില്ല. പിന്നെ ഇപ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ മഹാഭാഗ്യം തന്നെയാണ്. ആദ്യ ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മളെന്തോ ഒരു ഉഡായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയതാണല്ലോ, എന്താണിത്, ഇത് വെറും തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്നൊക്കെ എന്നോട് ഒരുപാട് ആള് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ഈ ഗുണമേന്മ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതേമാതിരി തന്നെയാണ് ഈ ഗീതാ മാഡം എന്ന് പറഞ്ഞ ആള് പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരുപാട് മടിച്ച ഒരാളായിരുന്നു. കാരണം അത് മാഡത്തിന്റെ മകൻ പറഞ്ഞു, മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്, മാഡത്തിന്റെ മകൻ പറഞ്ഞു അമ്മയെ വാങ്ങേണ്ട തട്ടിപ്പാണെന്ന്. എന്നിട്ട് എന്റെ വൈഫ് പോയിട്ട് പ്രസ് ചെയ്തിട്ടതിന് ശേഷം മുപ്പത്തി വാങ്ങിയതാണ്. എന്നിട്ട് മുപ്പത്തിന്റെ മകന് ഒരു ഡെങ്കിപ്പനി വന്ന സമയത്ത് മേലും കൈ വേദനയായിട്ട് അവൻ അമ്മ വേദനയായി കളിക്കുമ്പോ ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ച ബെഡ് റെസ്റ്റ് വേണമെന്ന്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മേന്റെ പ്രൊഡക്റ്റ് എടുത്ത് മകന്റെ ബെഡിലേക്ക് വെച്ചു കൊടുത്തു. ആ കാരണം 2 ദിവസം കഴിഞ്ഞപ്പോ അവന്റെ വേദനയും പെയിനും പോയ വഴിയില്ലാതെ അവൻ 11,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഒന്നുകൂടി വാങ്ങി. അത്രയും നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം നമ്മളിപ്പോ ഈ ബെറി ജ്യൂസിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഇതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഡം. താങ്ക് യു സാർ. സാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് വളരെ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റുകളാണ്. വെരിക്കോസ് വെയിനൊക്കെ മേഡം പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിനൊക്കെ ഭയങ്കര റിസൾട്ടാണ്. പിന്നെ
നമ്മൾ ഈ പ്രോഡക്റ്റ് വർക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പല നെഗറ്റീവുകളും കേൾക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ശക്തമായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് വളരെയധികം ശക്തിയോടെ പറയാം. നമുക്ക് ഇന്ന റിസൾട്ട് കിട്ടിയെന്ന് ആത്മാർത്ഥമായിട്ട് പറയുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം സാറിന് ഇത്രയും പെട്ടെന്ന് നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. വെൽക്കം. ഹലോ ഹലോ, ഓഡിബിളാണ്, പറഞ്ഞോ. കേൾക്കാമോ? ഹലോ, ഓക്കെ, കേൾക്കാം. എന്റെ പേര് രേഖ. പുല്ലിപ്പറമ്പാണ്, രാമനാട്ടുകരയാണ് സ്വദേശം. എന്നെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത് ഷിൽജ മാഡം, ഗിരീഷ് ബാബു സാറുമാണ്. പ്രൊഡക്റ്റ് മൊബൈൽ റേഡിയേഷനൊക്കെ തടയുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കേട്ടപ്പോ ആണ് ഞാനത് വാങ്ങിക്കാൻ തയ്യാറായത്. എന്ന് വെച്ചാൽ മക്കളൊക്കെ മൊബൈലായിരുന്നു മോളുടെ ക്ലാസ് ഒക്കെ വന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് എടുത്തത്. പക്ഷെ ആ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു. കാലിന്റെ അടിഭാഗം നടക്കുമ്പോ ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നേ. അങ്ങനെ ഞാന് ഡോക്ടറെ കാണിച്ചപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞത് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരാനാ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ വേദന. പക്ഷെ ഞാന് പോന്നു, അമ്മയെ കൂട്ടിയെ പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മ എന്നെ വിളിച്ചു, ഡോക്ടർ പറഞ്ഞില്ലേ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് വരണമെന്ന്. പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്റെ ആ കാലുവേദന. സത്യം പറയാം, കാലുവേദന എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ, അതും ഓർമ്മ തന്നെ ഇല്ല എനിക്കത്, ആ വേദന വന്നത്. പിന്നെ പറഞ്ഞു 2 ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് നോക്കാന്ന്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് നടക്കാൻ പറ്റി. റിസൾട്ട് പിന്നെ ഞാൻ എന്റെ പറഞ്ഞോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അച്ഛൻ വാങ്ങി. അച്ഛന് ബ്ലോക്ക് ചെയ്തു, ആൻജിയോഗ്രാം കഴിഞ്ഞ വ്യക്തിയായിരുന്നു. പിന്നെ മെഡിക്കൽ ചികിത്സയായിരുന്നു. അച്ഛന്റെ കൂടെ അന്ന് കുറച്ച് പേര് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്കും ഓരോ റിസൾട്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അന്ന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞു. ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നു, മരുന്ന് കഴിക്കായിരുന്നു. അതിന്റെ അളവൊക്കെ കുറച്ചുകൊണ്ടിരാനായിട്ട് പറ്റി. പിന്നെ എനിക്ക് അറിയാത്തൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. അമ്മ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ വെച്ചാല് രാത്രി ഉറങ്ങുന്ന നേരം അറിയാതെ മൂത്രം ഒഴിക്കുന്നു. അമ്മയ്ക്ക് രാത്രി ഒന്ന് പുറത്തേക്ക്. അങ്ങനെ ഞാന് അമ്മ പറഞ്ഞ റിസൾട്ടാണ്, അമ്മയ്ക്ക് കൊടുത്ത റിസൾട്ടാണ്. അമ്മ പറഞ്ഞു അമ്മ അറിയാതെ ഇങ്ങനെ മൂത്രം പോകുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ അമ്മ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് എന്ന്. പിന്നീട് അമ്മ അത് മാറ്റാനായിട്ട് പറ്റി, ആ ഒരു പ്രോബ്ലം ഇല്ലാതായി. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഉണ്ടാവുകയെന്ന് അത് ഉപയോഗിക്കുമ്പോഴാണ് അതിലൂടെ ആ മാറ്റങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും ഈ പ്രൊഡക്റ്റ് ആദ്യം വാങ്ങി ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു മാഡം. തീർച്ചയായും നല്ല റിസൾട്ടാണ് മാഡം പറഞ്ഞത്. ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ മാതാപിതാക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അത് ഒരു നല്ല ലക്ഷണം. കാരണം അവർ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് ഭയങ്കര എന്താ പറയാ ഗുളികയുടെ എഫക്റ്റ് മൂലം അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ്, ദൈവത്തിന്റെ കൈവപ്പുള്ള ഈ പ്രോഡക്റ്റ് അവർക്ക് ഒരു ഗിഫ്റ്റായി വാങ്ങിച്ചു കൊടുത്താൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസറ്റ്. അപ്പം നല്ലൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത റിസൾട്ട് കിട്ടിയത്. അതും വളരെ വാല്യുബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് അവിടെ കിട്ടിയത്. അതുപോലെ കൈകാലുകൾക്കൊക്കെ ഉണ്ടാകുന്ന മരവിപ്പൊക്കെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് മുഖേന നമ്മുടെ ബ്ലഡ് പ്രോപ്പർ ആവുകയും നല്ല രീതിയിലുള്ള സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ട് അനിവാര്യമാവുന്നത്. മാഡം പറഞ്ഞ റിസൾട്ട് വളരെ വലുതാണ്. അപ്പൊ താങ്ക് യു മാഡം, താങ്ക് യു. ഹലോ ഓഡിബിളാണ്, കേൾക്കാവോ? കേൾക്കാം. എന്റെ പേര് മാത്യു ജേക്കബ് എന്നാണ്. ഞാൻ കോട്ടയത്ത് മണക്കാട് പള്ളി കഴിഞ്ഞ് അരിപ്പറമ്പ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിത് 1 വർഷം മുമ്പാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഞാൻ മാത്രമായിരുന്നു ഉപയോഗിക്കുള്ളായിരുന്നു. വൈഫിനും ബാക്കിയുള്ളവർക്കെല്ലാം അതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു, ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ വൈഫിനെ കൊണ്ട് ഇത് നിർബന്ധപൂർവ്വം വൈഫിനെ ബെഡൊക്കെ കടത്തി പിന്നെ കയ്യിൽ ആ ചെയിൻ പോലത്തെ സാധനം, അന്ന് നമുക്ക് ചെയിൻ കെട്ടി കൊടുത്തു. പിന്നെ വൈഫിന് ഭയങ്കര വെരിക്കോസ് പെയിൻ ആയിരുന്നു. എന്ത് ചെയ്താൽ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം വൈഫിന്റെ കാലിലോട്ട് ഞാൻ തന്നെ ഈ ബാറ്ററിപ്പാട് കൊണ്ടും അപ്പൊ ഒരു പിലോയും കൂടെ 2 കാലിലും കൂടെ വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പൊ അന്ന് ഒരു നല്ലതായിട്ട് സുഖമായിട്ട് ഉറങ്ങി.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെച്ച് കൊടുത്ത് 3 ദിവസം അങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്ന ആ വെരിക്കോസ് വെയിന്റെ ആ വേദന കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. പിന്നെ ഒരു കാര്യമാണ്, മൈഗ്രെയിൻ ആയിരുന്നു. മൈഗ്രെയിൻ നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്തും തലയിൽ കെട്ടിക്കൊണ്ട് നടന്ന മൈഗ്രെയിൻ മാറി. പിന്നെ ബാലൻസിങ്ങിന് പ്രശ്നം ഉണ്ട്, അന്നേരം ഈ മാഗ്നറ്റ് എടുത്ത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അപ്പൊ ആ മാഗ്നറ്റ് ആ പ്രശ്നം മാറി. പിന്നെ ഉള്ള നടുവേദനയായിരുന്നു. അപ്പൊ എനിക്ക് എന്നും രാവിലെ നടു തിരുമാനും വൈകുന്നേരം 2 കാലം തിരുമാനമായിരുന്നു എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. വയറിന്റെ തിരുമ്മി കൊടുക്കണം. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്നും കാല് 2 തിരുമ്മി കൊടുക്കണം, ഒരു അരമണിക്കൂർ ആയിരുന്നെങ്കിലും. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടു തിരുമ്മി കൊടുക്കണം. അതായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അതായത് നടു തിരുമണ്ട, വെരിക്കോസിന്റെ വേദനയില്ല, അപ്പൊ ഒരു വേദന ഇല്ലെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ബാലൻസിങ് ഇപ്പൊ എപ്പോഴും നമ്മുടെ മാഗ്നറ്റ് ഉപയോഗിക്കാൻ മടിച്ച് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആളിപ്പോ എപ്പോഴും നമ്മുടെ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കൂടാതെ എനിക്ക് 17 ദിവസം മുമ്പ് എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി. എന്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത് കൂടെ സ്ട്രോക്ക് വന്നിട്ട് പുള്ളിക്കാരന്റെ കൈ ഒരു ശകലം പോലും പൊങ്ങത്തില്ല. ഒരു വലത് കൈ ഇങ്ങനെ പൊങ്ങാതെ ഇങ്ങനെ നീര് വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ എന്റെ അപ്ലൈൻ ലീഡർ സോണിയമ്മാളും ഞങ്ങളുടെ കൂടെ അവിടെ പോയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പുള്ളിന്റെ ആ കൈ പൊങ്ങത്തില്ലാത്ത കയ്യിലോട്ട് ആ വാട്ടർനദിപ്പാട് ചുറ്റി വെച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പോരാ നേരത്ത് ഞങ്ങൾ പറഞ്ഞു കൈ ഒന്ന് പൊക്കിക്കെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി കൈ പൊക്കി, ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി. ഞങ്ങൾ നല്ലപോലെ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പൊക്കി പുള്ളി നല്ല സൂപ്പറായിട്ട് പൊക്കിളെ പൊക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരാ നേരത്ത് ഞങ്ങൾ പ്രൊഡക്റ്റ്, എന്നിട്ട് ഒരു പുള്ളി ഒരു പ്രൊഡക്റ്റ് എടുത്തു, 9,500-800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത്. ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് ആ പ്രൊഡക്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. അത് 3-4 കിലോ ഉണ്ടല്ലോ, ആ മേലാത്ത കൈ കൊണ്ട്, അത്ര നാളും പൊങ്ങാതിരുന്ന കൈ കൊണ്ട് ആ 3-4 കിലോ ഉള്ള ആ വെയിറ്റ് ഉള്ള ആ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പാക്കറ്റ് പുള്ളി ഇങ്ങനെ പൊക്കിക്കൊണ്ടു. അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു സുന്ദരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്കാൻ എന്നിട്ട് ഉറുമ്പനങ്ങുന്ന പോലെ നടക്കുള്ളൂ, സ്പീഡ് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ എന്നെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഒരു ഇറങ്ങിയ ടൈപ്പിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ ലീഡറൊക്കെ ചെന്നിട്ട് പുണിയമ്മാടൊക്കെ ചെന്നിട്ട് ഈ പുള്ളിയെ കൊണ്ട് പുള്ളിയുടെ വീഡിയോ എടുത്തു. പുള്ളിയോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. എനിക്ക് ഇപ്പം നല്ല ഉറക്കമാണ് കിട്ടുന്നത്. ഞാൻ ഉറക്കത്തിലിടയ്ക്ക് എഴുന്നേൽക്കുവാൻ നല്ല ഉറക്കമില്ലായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതുപോലെ എനിക്ക് നടക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം. നല്ല വെച്ചാൽ ഇത് കുറച്ചുകൂടെ നേരത്തെ എനിക്ക് കൊണ്ട് തരേണ്ടതായിരുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. എന്നെ എല്ലാ ദിവസവും വിളിക്കും, ബാജ എന്നെ വിളിച്ചിട്ട് പറയും, അയ്യോ നേരത്തെ കൊണ്ട് തരണം വരാതെ, എനിക്കിപ്പോ നല്ല റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് എന്റെ എന്നും പറയുമായിരുന്നു. അപ്പൊ എന്നിട്ട് ഇന്നലെ ഇവരെ വഴിയിലോട്ട് കയറ്റി വിടാനായിട്ട് പുള്ളിക്കാരന് അവരുടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക്, അല്ല ഒരു പിടിക്കാതെ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ആ സ്റ്റെപ്പൊക്കെ അവരിറങ്ങുന്നതിന് നല്ല വൃത്തിയായിട്ട് ഇറങ്ങിയിട്ട് നേരെ ഒരു സ്റ്റെപ്പൊക്കെ കയറി വഴിയിലോട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങ് നടന്നുപോയി. അത്രയും നടക്കത്തില്ല, ഒരു ഉറുമ്പനങ്ങുന്ന പോലെ നടക്കുക. അപ്പൊ ഒരു ചോറ് പോലും വാരി ഉണ്ണാൻ മേലാത്തൊരു അവസ്ഥയായിരുന്നു പുള്ളിയുടെ വലത് കൈ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഭക്ഷണം കഴിപ്പെല്ലാം കുറവായിരുന്നു. വെച്ചാൽ ഇടതേ കൊണ്ട് കൈ കുടിക്കാൻ പുള്ളിക്ക് വശമില്ല, വലതേ കൊണ്ട് കഴിക്കാനും അതുകൊണ്ട് സ്പൂൺ കൊണ്ട് പയ്യെ പിടിച്ച് ഒരു ചോറൊക്കെ കൊണ്ടുകൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിന്നൊക്കെ ഭയങ്കര മാറ്റം വരും. നല്ല ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന പുള്ളി. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു അമേസിംഗ് റിസൾട്ട്. താങ്ക് യു സാർ. ആദ്യമൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന്റെ നെഗറ്റീവ് പറയുന്ന ആളുകൾ അത് യൂസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവിലേക്ക് വരും. കാരണം അത്ര നല്ല പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ ആളുകളാണ്. നമ്മൾ നല്ലൊരു സിനിമ കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു, അത് നല്ലതാണെന്ന് തോന്നിയാൽ സത്യസന്ധമായ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏത് ആളോടും നമുക്ക് ശക്തമായിട്ട് പറയാം, ഇത് ഇന്ന റിസൾട്ടുകൾ കിട്ടിയെന്ന് പറയാം. അപ്പൊ അതുപോലെ സാറ് പറഞ്ഞ റിസൾട്ടുകളൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ താങ്ക് യു സാർ. അതുപോലെ ഒരു കാര്യം കൂടെ, ഇപ്പൊ എന്റെ വൈഫ് ഇതിനെക്കുറിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരോടും മേടിച്ച് ഉപയോഗിക്കാനും പറയുന്നുണ്ട്. ഇപ്പൊ ഉപയോഗിക്കാൻ മടിച്ച പാർട്ടിയാണ് ഇപ്പൊ എല്ലാവരോടും ഉപയോഗിക്കാനും. തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് അതാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ആളുകളുടെ റിസൾട്ട് പോയി വരുള്ളൂ. സത്യസന്ധമായ റിസൾട്ട് നമുക്ക് കിട്ടും, നമ്മൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്ത് പോകും. അതാണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത. താങ്ക് യു സാർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ സാറാമ്മ, പത്തനംതിട്ടയാണ് സ്വദേശം. അപ്പോ റിസൾട്ട് എല്ലാവരുടെയും റിസൾട്ടുകൾ പറഞ്ഞപ്പം ഞങ്ങൾ പ്രോഡക്റ്റ് കൊടുത്ത ഒരു റിസൾട്ട് പറയാതിരിക്കാൻ പറ്റില്ല. 1.5 മാസം മുമ്പ് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിട്ടയർഡ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് കൈ പൊക്കാൻ പറ്റത്തില്ല, അയാൾക്ക് സംസാരിക്കാനും പറ്റില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ വേറൊരു മാഡം പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി. അവര് ഒരു ഡബിൾ പാക്കേജ് ആണ് അവരെടുത്തത്.
അതെടുത്ത് ഉപയോഗിച്ചു. ഞങ്ങൾ കൃത്യമായിട്ട് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ അടുത്ത് വേറൊരു കോൺട്രാക്ടർക്ക് ഈ പ്രോഡക്റ്റ് പ്രീമിയം ഡബിൾ കൊടുക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ വീട്ടിലൊന്ന് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ കയറിയപ്പോൾ അവര് വളരെ സന്തോഷത്തോടെ, കാരണം എന്ന് വെച്ചാല് വലത് കൈ അയാൾക്ക് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ അവിടെ വരെ മാത്രമേ വിരല് പൊക്കി കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. ആ മനുഷ്യൻ ഞങ്ങളെ കണ്ടപ്പോ ഭയങ്കര ചിരി, സന്തോഷമുള്ള മുഖം. ഇപ്പൊ അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിൽ വരെ കൈ ഉയർത്താൻ പറ്റും. അതൊരു വലിയ ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിയത്തില്ലായിരുന്നു അദ്ദേഹം എന്താ സംസാരിക്കുന്നതെന്ന്. അപ്പൊ വൈഫ് പറഞ്ഞു, ഇപ്പൊ വർത്തമാനം പറയുന്നതിനും നല്ല വ്യത്യാസമുണ്ട്, ഇപ്പൊ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണിപ്പോ 1.5 മാസം മുമ്പ് കൊടുത്ത ഒരു റിസൾട്ടാണ്. വളരെ ജീവൻ തുടിക്കുന്ന പ്രോഡക്ട്സ് തന്നെയാണ് നമ്മളുടെ. അപ്പൊ അതുകൊണ്ട് ചെറിയ റിസൾട്ട് ആണെങ്കിൽ പോലും നമ്മൾ അത് പറയാതിരിക്കരുത്. മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. ഒന്നും കൂടി നമ്മുടെ പ്രോഡക്റ്റില് മറ്റുള്ളവർക്ക് ഒരു വിശ്വാസം വരും. ആയതുകൊണ്ട് എല്ലാവരും പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് റിസൾട്ടുകളുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാറാമ്മ മേഡം. അറിയാം, കോട്ടയം BFPയിലെ അടിപൊളിയായിട്ട് MC അവതരിപ്പിച്ച മേഡമാണ്. മേഡത്തിനൊന്ന് വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൂടെ ഡൗൺലൈൻസ് ഒക്കെ പറഞ്ഞു, ഇതുപോലെ സ്റ്റേജിൽ കയറി ഒന്ന് പെർഫോമൻസ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളുടെ ബീന മേഡം ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം മേഡത്തിന്റെ വാക്കുകൾ വളരെ വലുതായിട്ടുള്ള വാക്കുകളാണ്. വെൽക്കം. അപ്പം നല്ല റിസൾട്ട് ആണ്. നമുക്ക് ആർക്കും ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും റിസൾട്ട് നമുക്കൊക്കെ അനുഭവമാണ്. കാരണം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പോലും കൈകൾ പൊങ്ങാത്ത ആളുകളിൽ നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടി കഴിയുമ്പോൾ അവർക്ക് കൈ ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ആണ്. അപ്പൊ താങ്ക് യു മാഡം. അടുത്ത ആളിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാഡം, കേൾക്കാം. എന്റെ പേര് റഹിയാനത്ത്, എന്റെ സ്ഥലം കാലിക്കറ്റാണ്. ഞാന് ഈ പ്രൊഡക്റ്റ് കുറെ ആളുകളിലൊക്കെ എത്തിച്ചിക്കണേ. അപ്പം അതില് കൊടുത്ത റിസൾട്ട് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഞാന് എന്റെ താത്തന്റെ മകൾക്ക് 2 പ്രാവശ്യം കൊറോണ വന്നതായി. കൊറോണ വന്ന് ന്യൂമോണിയ ആയിട്ട് പിന്നെ ഇക്രോ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയി. അവിടുന്ന് പിന്നെ ശ്വാസം തിങ്ങൽ തന്നെ, ഓക്സിജൻ അളവ് കുറവ്. അങ്ങനെ ആയപ്പോ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇൻഹിലർ ഇല്ലാതെ ഇനി നിങ്ങൾക്ക് പറ്റൂല, ഇൻഹിലർ ഉപയോഗിക്കണം. ആളാണെങ്കിൽ ഭയങ്കര ശരീരമൊക്കെ മെലിഞ്ഞിട്ട് ഉള്ള ശരീരം കൂടെ മെലിഞ്ഞൊണങ്ങിയ മാതിരിയായിപ്പോയി. ആ സമയത്ത് ബ്ലഡിന്റെ അളവ് 7 പോയിന്റിലാണ്. അങ്ങനെ ഞാൻ നമ്മളെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് കൊടുത്തപ്പോ ആദ്യം നമ്മള് എന്താണ് ബ്ലഡിന്റെ അളവ് കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു ഫുഡ് സപ്ലിമെന്റ് ചെയ്യണല്ലോ. അപ്പൊ ഞാൻ വേറൊരു ഫുഡ് സപ്ലിമെന്റും കൂടെ ഇത് ഉപയോഗിക്കാന് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 13 പോയിന്റിൽ ബ്ലഡ് കറക്റ്റ് ആയും ചെയ്ത് നമ്മളെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇൻഹിലർ ഉപയോഗിക്കാതെ തന്നെ ഇപ്പൊ ശ്വാസം തിങ്ങലും ഇല്ല, ഓക്സിജന്റെ അളവ് കറക്റ്റ് ആണ്. ഇപ്പം പിന്നെ കണ്ണാസ്പത്രിയിലെ HR ആണ്. ഇപ്പൊ നല്ല ജോലിക്കൊക്കെ പോയി ആളെന്നെ ശരീരമൊക്കെ നല്ല തടി ഉഷാറായി, ഒരു പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ താത്തന്റെ മകന്റെ ഭാര്യക്ക് പിന്നെ ബ്രസ്റ്റില് മുഴയും, അത് പിന്നെ ഈ ഒരു കൈയിന്റെ ഇവിടെ എത്ര പോരെ ഇങ്ങനെ വീങ്ങി വരും, മുഴ മാതിരി ഇങ്ങനെ വീങ്ങി വന്നാല് അത് പൊന്തി വന്ന് പിന്നെ പനി വന്നിട്ട് അപ്പം ഡോക്ടർക്ക് കൊണ്ടുപോകണം. അങ്ങനെ എന്തൊക്കെയോ അത് വലിയ ടെസ്റ്റും കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇനി കീമോ ചെയ്യേണ്ട സ്റ്റേജ് എത്തിക്കിന്. അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ് പിന്നെ താത്തക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ്, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഉപയോഗിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഒരു രോഗേ ഇല്ല. ഇപ്പൊ അതും ഓക്കെ ആയി, അവളും നല്ല ജോലിക്ക് പോയിക്കൊണ്ട്. പക്ഷെ ആരും ഇത് പ്രൊമോട്ട് ചെയ്യാൻ അവരൊക്കെ ജോലിക്കാരതിനെ കൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ആരും തയ്യാറില്ല. അതിലാണ് നമുക്കൊക്കെ സങ്കടം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാഡം, ഞാന് ഒരു പെരുന്നാരാവിന്റെ അന്ന് ഒരു ആള് ഇറച്ചി വെട്ടണ ഒരാൾക്ക് അയാള് പെട്ടെന്ന് അബോധാവസ്ഥയിൽ വീണ് ഇറച്ചി വെട്ടണോടുത്തുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ മകളെ സ്കൂളിലേക്ക് വണ്ടിമേല് ആക്കി കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആള് കൂടിക്കണ എന്താന്ന് നോക്കിയപ്പോ
ഈ ആൾക്ക് ഇങ്ങനെ ബോധക്ഷയം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കെടുത്താണ്. ആ സമയത്ത് ഞാൻ വണ്ടി സൈഡാക്കിങ്ങിട്ട് ഞാൻ അവിടേക്ക് ഫുള്ള് ആണുങ്ങളാണ്. പക്ഷെ ഞാൻ മടിച്ചില്ല. ബയോട്ടോറിയ എന്നൊരു പ്രസ്ഥാനം ഞങ്ങളെ കയ്യിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓടി അങ്ങനെയുള്ള ഒരു വേദിയിൽ കയറി ചെല്ലാനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഞാന് അങ്ങോട്ട് ചെന്നപ്പോ ഞാൻ ചോദിച്ചു ഇവർക്ക് എന്താ പറ്റിയത്. അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഒരു തല കറങ്ങി വീണതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഈ റിസ്റ്റ് ബാൻഡ് ഉണ്ട്, ഇതൊന്ന് ഞാൻ അവർക്ക് കെട്ടിക്കൊടുക്കട്ടെ. ഇതെന്താണ്? ഞാൻ പറഞ്ഞു ഇതിങ്ങനെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയും, അതിൻ്റെതാണ്. എന്നാ ഞങ്ങള് കെട്ടിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ കൈ പിടിച്ചിന്റെ കൈമന്ന് ഊരിയിട്ട് അത് കെട്ടിക്കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്നില്ല. ഞാൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നിട്ട് വാട്ടർ എനർജി പേഡ് എടുത്തിട്ട് വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോയത്. തിരിച്ചു പോയപ്പോ അയാള് കണ്ണ് തുറന്നിക്കണം. ആ ബോധക്ഷയുള്ള ആള് കണ്ണ് തുറന്നപ്പോ ഞാൻ അവിടുന്ന് ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് നമ്മളെ വെള്ളം ഒഴിച്ച് അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ച പാടെ അയാള് കൊറേ ഇങ്ങോട്ട് ഒമിറ്റ് ചെയ്തപ്പോ എന്നോട് പറഞ്ഞേ എനിക്ക് എന്തോ തലന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാരം പോയ മാതിരി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് വയറ്റിൽ എന്തോ പറ്റായ്മ ഉള്ളതൊക്കെ പുറത്തേക്ക് പോകുന്നതാണ്, അതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു ഡോക്ടറല്ല, എന്നാലും നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടിയതിനെ കൊണ്ട് ഇന്ന് നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ഒരു പെരുന്നാരാവാണ്. ആ വീട്ടിലെ അവസ്ഥ എന്താ വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഈ അബോധാവസ്ഥയിൽ കൊണ്ടുപോവാണെങ്കിൽ ഡോക്ടർ എന്താവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അത് ICUലേക്ക് ആക്കും. അപ്പൊ എന്താവും ആ വീട്ടുകാർക്ക് അത്രയും ഒരു പ്രയാസമാണ്. അന്നത്തെ ദിവസമൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ICU ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ അതിന്റെ പേരിൽ എനിക്ക് ഇത് നിങ്ങൾക്ക് കെട്ടിത്തരാതെ എനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ ഞാൻ ഇത് കെട്ടിത്തന്നാണ്, നിങ്ങൾ വേഗം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അരമണിക്കൂർ മുമ്പേ മരിച്ചു പോകേണ്ട ആളാണ്. അന്നപ്പോ എന്താണെന്ന് വെച്ചപ്പോ നിങ്ങളെ ബ്ലഡ് തലോട്ടി കയറി, നിങ്ങള് പ്രഷർ കയറിയിട്ട് നിങ്ങളാള് കൊഞ്ഞു വീണ് പോകേണ്ട ആളാണ്. നിങ്ങൾ എങ്ങനെ ഈ ഒരു ഇതില്. അപ്പൊ ഇങ്ങനെ എന്നാലും പ്രോഡക്റ്റ് വാങ്ങിയിട്ടില്ല. അതിലാണ് സങ്കടം. അവരെ വീട്ടിൽ പോയിട്ട് അവരെ മകള് ഭയങ്കരമായിട്ടുള്ള ഞങ്ങളോട് ഉണ്ടാക്ക ഭയങ്കര ഇവിടെ പിന്നെ വില എടുത്തില്ല. ഇനി ഓരോ ജീവനെ ഓല് നോക്കാന്ന് മാത്രം. അതുപോലെ തന്നെ മാഡം എനിക്ക് വേറൊരു റിസൾട്ടാണ് എന്റെ ഇക്കാക്കത്. എന്റെ ഇക്കാക്ക വീട്ടില് ഒരു ദിവസം പണി കഴിഞ്ഞതേ പോണം തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതിനൊന്നും എതിർപ്പൊന്നുമില്ല. ഇക്കാക്ക പ്രോഡക്റ്റ് പറഞ്ഞു. പക്ഷെ ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാണെന്നുള്ളതിൽ വെറുതെ നിങ്ങൾ പൈസ തരണ്ട, ഈ ഒരു റിസ്റ്റ്മെന്റ് കൈ കെട്ടണോ എന്ന് പറഞ്ഞിട്ട് പോലും ഏൽക്കാത്ത ആള് ഞാൻ ഒരു ദിവസം പണി കഴിഞ്ഞ് വന്ന സമയത്ത് രാത്രി ഒരു 8 മണി സമയത്ത് പെട്ടെന്ന് ബോധമില്ല, കൊഴിഞ്ഞു വീണിട്ട് വീട്ടിലാകെ ബഹളം നൊലിയും വിളിയും വണ്ടി വിളിക്കാനും ഒക്കെ പോണ്. ആൾക്ക് ബോധവും ഇല്ല, കണ്ണൊക്കെ മറിഞ്ഞു പോണ എല്ലാരും കരച്ചില്. ആ സമയത്ത് ഞാൻ എന്താക്കി റിസ്റ്റ് ബാൻഡ് എടുത്തിട്ട് വേഗം കയ്യിൽ കെട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളം നമ്മളെ വാട്ടർ എനർജി പേഡ് എടുത്ത് മുഖത്തൊക്കെ കൊടിഞ്ഞും കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ആള് കണ്ണ് തുറന്ന് അങ്ങനെ നമ്മള് തോളിക്കൂടെ കൈയിട്ട് കൊലായിൽ തന്നെ ആള് കിടന്നുപോയി. കസാൽമന്ന് കൊഴിഞ്ഞു വീണ് കിടന്നുപോയി. അങ്ങനെ റൂമിലേക്ക് കൊണ്ടേ കെടുത്തി. അപ്പത്തിന് മോന് വണ്ടി വിളിച്ച് ഒക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു ഹോസ്പിറ്റലും വേണ്ട, ഞങ്ങളെ ഈ വാട്ടർ എനർജി പേഡും ഈ വെസ്റ്റ് ബാൻഡും ഇന്ന് ഇവിടെ ഉണ്ടായതിനെ കൊണ്ട് ഈ ബെഡിലും ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ കാക്ക ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതാണ് അതിലൂടെ കാക്കന്നൂരിലൂടെ എനിക്ക് കുറെ പ്രോഡക്റ്റ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റി. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ മേന്മ. അതാണ് ആരും തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഞാൻ എന്റെ റിസൾട്ട് ഞാൻ കുറെ മുമ്പേ പറഞ്ഞതാണ്. എനിക്കൊക്കെ ഒരു ജീവന് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയ. മാഡം എത്രയാണ് മാഡം എനിക്ക് പറയാനുള്ളത്? പറയാന് കുറെ റിസൾട്ട് ഉണ്ട് ഞാൻ കൊടുത്ത. നമുക്ക് കുറെ പിന്നെ പറയാം. അതെ, ബയോട്ടോറിയ പ്രോഡക്റ്റിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. മാഡത്തിന്റെ പല റിസൾട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പും. നല്ല എന്താ പറയാ അടിപൊളി റിസൾട്ടുകളാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ മാഡം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ മാഗ്നറ്റ് പ്രോഡക്റ്റുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു.
പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണ്, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ അൾട്രാബെറി ജ്യൂസ് കൂടെ നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ എനർജി പവർ ആകും. അപ്പൊ അതും കൂടെ നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മുടെ റീപർച്ചേസിലൂടെയും ഒക്കെ അൾട്രാബെറി കിട്ടുന്നുണ്ട്. അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആള് നല്ല പവർ ആവും. അപ്പൊ എല്ലാവരും അതും കൂടെ നമ്മുടെ കമ്പനിയുടെ എക്സ്ട്രാ ഒരു ജ്യൂസാണ്. എല്ലാ കമ്പനികൾക്കും പല പല ജ്യൂസുകളുണ്ട്, പക്ഷെ നമ്മുടെ കമ്പനിക്ക് ഒരൊറ്റ ജ്യൂസേ ഉള്ളൂ. അത് ഭയങ്കര നമ്മുടെ ബോഡിക്കൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു ജ്യൂസാണ്. അതെല്ലാവരും റെഫർ ചെയ്യുക. താങ്ക് യു മാഡം. മാഡം, എൻ്റെ പേര് സൂസമ്മ എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് പറയുന്നത്. ഞാൻ പ്രോഡക്റ്റ് കൊടുത്ത ഒരാളുടെ റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത്. പറയുവാണെങ്കിൽ എനിക്ക് തന്നെ പറയാനായിട്ട് ഒത്തിരി റിസൾട്ടുകളുണ്ട്. ഞാനൊരു 2 വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് ഗാർമെന്റ് യൂണിറ്റ് ആയിരുന്നു. ഞാനൊരു 40 വർഷമായിട്ട് ഒരു ഗാർമെന്റ് യൂണിറ്റ് നടത്തുവാണ്. അപ്പോൾ ഫുൾ ടൈം നിന്ന് കട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വെരിക്കോസ് വെയിന്, സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ദേഹം മുഴുവൻ വേദനയായിരുന്നു. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഞാനിപ്പം സത്യത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ ഈ പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ നല്ല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ആവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കൊടുത്ത ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇല്ലിക്കൽ ഭാഗത്ത് സബിത എന്ന് പറയുന്ന ഒരു കുട്ടി ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. 42 വയസ്സായപ്പം ബ്ലഡ് ക്യാൻസർ വന്നു. അപ്പം പുള്ളി ഭയങ്കര മെന്റലി ഭയങ്കര തളർന്നുപോയി പുള്ളിക്കാരി. അതായത് കുട്ടികളും ഒന്നും ഒരിടത്ത് എത്തിയിട്ടില്ലല്ലോ. പെട്ടെന്ന് 42 വയസ്സിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോടനെ അങ്ങ് മരണം എന്നുള്ള ഒരു രീതിയാണല്ലോ. അപ്പം ഞാൻ ആദ്യമേ പോയി പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ഒരു തരവും സമ്മതിച്ചില്ല. ഇനി എനിക്ക് മരണമേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിൽ കൂടെ സംസാരിച്ചു. നമ്മൾ പോസിറ്റീവ് ആക്കാനൊന്നും നോക്കിയിട്ട് പുള്ളിക്കാരി ഒരു രക്ഷയില്ല. അപ്പം പുള്ളിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോള് ഷീനയുണ്ട്. ഷീനയോട് ഞങ്ങൾ 2 പേരും കൂടെ പോയി. അപ്പൊ ഷീന പറഞ്ഞു, നീ എനിക്ക് പൈസ ഒന്നും തരണ്ട, നിനക്ക് വേദനയൊക്കെ ഒന്ന് കുറയുവാണെങ്കിൽ കുറയട്ടെ. അതായത് ഈ കീമോയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അങ്ങ് വൊമിറ്റിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുറിക്കകത്തൂടെ പോലും പുള്ളിക്ക് നടക്കാനൊട്ടൊക്കത്തില്ല. ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ചാ നടക്കുന്നത്. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നൊരു ഇതേ ഇല്ല ഈ അസുഖം വന്നു കഴിഞ്ഞിട്ട്. അപ്പം കീമോ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ഡോസ് എടുക്കും, പിന്നെ അഡ്മിറ്റ് ചെയ്യും. ഇങ്ങനെ പുള്ളി ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുക. അപ്പൊ ഈ സീന എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, നീ പൈസ ഒന്നും തരേണ്ടത്, ഇത് നീ ഒന്ന് ഇട്ട് നോക്കിയാൽ നിനക്ക് വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളത് വിരിച്ചൊക്കെ ഇട്ട് നിർബന്ധിച്ച് കിടത്തിയിട്ട് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. ഞാൻ തന്നെ എഴുന്നേൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പിടിക്കണ്ട, ഇപ്പം കൈ പിടിക്കാതെ മുറിക്കകത്തൂടെ ഒക്കെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇപ്പം തന്നെത്താനെ ബസ്സേ കയറി കോട്ടയത്തിന് വരിക, ചേച്ചിമാരുടെ അടുക്ക പോവുക, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. എഴുന്നേറ്റ് നടക്കാനൊന്നും മേല, വൊമിറ്റ് ചെയ്യുക, ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ പുള്ളിക്ക് അങ്ങ് നല്ല വിശ്വാസമായി. പക്ഷേ ബ്രദറും നാത്തൂമാരും എല്ലാം ഭയങ്കര ബഹളം. അതായത് അമൃതയിലായിരുന്നു ട്രീറ്റ്മെന്റ്. നീ തോന്നിയതുപോലെയൊക്കെ കാണിച്ചാൽ ഇനി ഒന്നുകൂടെ വഷളാകും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് നല്ല കുറവ് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, സബിതയ്ക്ക് കുറവുണ്ടെങ്കിൽ സബിത ഉപയോഗിച്ചു, പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ടെസ്റ്റുകൾ വരുമല്ലോ, 3 മാസം കൂടുമ്പോൾ ടെസ്റ്റുകൾ വരും. ആ ടെസ്റ്റില് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഞാൻ പറയും, നോ എന്ന് പറയും, പിന്നെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 3-ാമത്തെ മാസത്തെ ടെസ്റ്റ് ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ നെഗറ്റീവ് വന്നു. അടുത്ത 3 മാസം വന്നപ്പോൾ എല്ലാം നെഗറ്റീവ് വന്നു. ഇപ്പം പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തില് സബിത ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഞങ്ങളെക്കാളൊക്കെ എനർജറ്റിക് ആയിട്ട് പുള്ളിക്കാരി തന്നെ ബസ് കയറി വരികയും നമുക്കൊന്ന് വിശ്വസിക്കാൻ മേലാത്ത ഒരു 2ാം ജന്മം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒത്തിരി റിസൾട്ടുകളുണ്ട് പറയാനായിട്ട്, ഒന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സുസമ്മ മാഡം. നല്ലൊരു റിസൾട്ടാണ്. കാരണം ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് ഭയങ്കര മാനസികമായിട്ടും ശാരീരികമായിട്ട് ടയർഡായിട്ടിരിക്കുന്ന ഒരു എക്സലന്റ് റിസൾട്ടാണ് മാഡം പറഞ്ഞത്. അതുപോലെ തന്നെ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ടയർഡായിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഈ പ്രോഡക്റ്റ് അവർക്കൊരു റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു
റിസൾട്ട് തന്നെയാണ്. അപ്പൊ അവർക്ക് ചിലവർക്കൊക്കെ ക്യാൻസർ മാറിപ്പോകാം, ചിലവർക്ക് ഇങ്ങനെ സമയം, ചിലവര് ഇനിയിപ്പോ എത്ര കാലം എന്നുള്ള ആ ഒരു ടെൻഷനിൽ ജീവിക്കുന്നവർ, അവർക്കൊക്കെ വളരെ ആശ്വാസം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. കാരണം ഉറക്കം, അവരുടെ ശാരീരികമായിട്ടുള്ള പെയിൻ, അതുപോലെ ഒരുപാട് റിസൾട്ടുകൾ അതൊക്കെ നമുക്കും പല രീതിയിലും കേട്ടിട്ടുണ്ട്. അപ്പൊ മാഡത്തിന്റെ റിസൾട്ട് വളരെ വലുതായിട്ടുള്ള റിസൾട്ടാണ്. താങ്ക് യു സുമ മാഡം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഞാൻ കല്ലറയിൽ സുനിതയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് എനിക്ക് അമാസിൻ റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2-3 പ്രാവശ്യം ഞാൻ സൂമിൽ സംസാരിച്ചിരുന്നു. എന്റെ മോന് സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. ഒരു 8 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത ഒരു റിസൾട്ട് എന്റെ കുഞ്ഞിന് ഈ ബട്ടറും പ്രോഡക്റ്റിലൂടെ കിട്ടി. ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു. അന്ന് മുതൽ എന്റെ കുഞ്ഞിന് നല്ല റിസൾട്ടുകളാണ് കിട്ടിയത്. കാരണം 8 വർഷമായിട്ട് തന്നെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരുന്ന എന്റെ മോന് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റിലൂടെയാണ് അവന് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ അവൻ മുന്നോട്ട് പോകുന്നു. പിന്നെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 7 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കിട്ടാത്തൊരു റിസൾട്ടാണ് എന്റെ ഈ നെഞ്ചോടെ ഏറ്റെടുത്ത ഈ ബയോട്ടോറിയം പ്രോഡക്റ്റിൽ നിന്ന് എന്റെ കുഞ്ഞിന് കിട്ടിയത്. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. 2 ബ്രസ്റ്റും എടുത്ത് കളയണമെന്ന് പറഞ്ഞിരുന്നതാണ്. ക്യാൻസറിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതാണ്. അന്നേരം ഞാൻ വിളിച്ചു പറഞ്ഞു അത് ചെയ്യരുത്, നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ 35 വയസ്സേ ഉള്ളൂ മോൾക്ക്, എന്റെ അനിയത്തിക്ക്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ചെയ്യരുത്, അക്കച്ചി അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞ് ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 1 മാസം കൊണ്ട് നല്ല റിസൾട്ടാണ് ഞങ്ങളുടെ കൊച്ചിന് കിട്ടിയത്. കാരണം ബ്രസ്റ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞ ബ്രസ്റ്റ് 2 അവൾക്ക് എടുത്ത് കളയണ്ട, അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ അമ്മയുടെ അനിയത്തിക്ക് യൂട്രസിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലായിടത്തും വ്യാപിച്ചെന്ന് പറഞ്ഞത്. അതും ഇതിലൂടെ തന്നെ റിസൾട്ട് കിട്ടി. നല്ല റിസൾട്ടുകളാണ് കിട്ടിയത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് കിട്ടിയത് എന്റെ അയലോക്കത്തുള്ള ഒരു ചേച്ചി. 5 വർഷമായിട്ട് ഞാൻ വീഡിയോ വരാത്തത്. പിന്നെ 5 വർഷമായിട്ട് ഷുഗർ കൂടുതലായിട്ട് ഒരു പെരുന്തരത്തിലാണ്. അയലോകത്തുള്ളവർ വിളിച്ച് പറഞ്ഞു, ഇവിടെ നിന്റെ പ്രോഡക്റ്റ് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ ഇവളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി, റിസൾട്ട് കിട്ടുമല്ലോ എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ വാശിക്ക് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ പ്രോഡക്റ്റുമായിട്ട് അവിടെ ചെന്ന് അവരെന്നെ സ്വീകരിച്ചിരുത്തി ഞാൻ ആ പ്രോഡക്റ്റ് കൊടുത്ത് എങ്ങനെ ഇത് കാഴ്ച കിട്ടുമെന്ന് നീ പറയുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഒരു വിശ്വാസം ഇല്ല അവർക്ക്. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ വേണേ കാണിച്ചുതരാം, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ആ കയ്യിൽ നമ്മുടെ നീളമുള്ള ബ്രേസ്ലെറ്റ് എടുത്ത് കണ്ണി കെട്ടിക്കൊടുത്തു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പറഞ്ഞു എന്റെ തലയിലൂടെ എന്തോ നിരക്കുന്ന പോലെ തോന്നുന്നുണ്ടടി കൊച്ചേന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് കാണത്തു പോലും ഇല്ല, നിഴല് പോലും കാണത്തില്ലെന്ന് അവർ പറയുന്നത്. ചേച്ചി ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ അവിടെ ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നറിയാമെന്നവർ പറഞ്ഞ്. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നമുക്കൊന്ന് അഴിച്ചു നോക്കാന്ന് പറഞ്ഞു. ആദ്യം കണ്ണ് തുറന്നപ്പോ എന്നോട് പറഞ്ഞിട്ട് കൊച്ചെ എനിക്കൊന്നും കാണത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി കണ്ണ് തുറക്ക്, ദൈവത്തെ വിചാരിച്ച് കണ്ണ് തുറക്ക്, ഞാൻ പ്രാർത്ഥിക്കാം, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തലയെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്കവിടെ നാണക്കേട് വരരുതല്ലോ. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ചല്ലേ നമ്മൾ കൊടുത്തത്. ഒരു സെക്കൻഡ് കൊണ്ടോ കണ്ണ് തുറന്നിട്ട് പുള്ളിക്കാത്തി കരയുക, നെഞ്ചിട്ടടിച്ച് കരയുക. എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, എന്ത് അത്ഭുതം ഇവിടെ നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നേരെ പറഞ്ഞു ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ കളർ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. കാരണം അവരുടെ ഹസ്ബൻഡ് ഇരിക്കുന്നു, മക്കളിരിക്കുന്നു, എല്ലാരും ഇരിക്കുന്നു. അപ്പൊ തെളിവ് വേണ്ടേ നമുക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഉടനെ പറഞ്ഞ് നീ ഇട്ടിരിക്കുന്ന മജന്ത കളർ ചുരിദാറാണ്, പച്ച ഷോളാണ്, പച്ച പാന്റാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ ദൈവമേ ഞാൻ സാഗർ ജോഷി സാറിനെ നമിച്ചു. 100 ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എത്ര കുടുംബങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയെന്നറിയാമോ? ഒത്തിരി ആർക്ക് കൊണ്ട് കൊടുത്താലും എനിക്ക് റിസൾട്ടാണ്. എന്റെ കൂട്ടുകാർക്ക് വരെ കുശുമ്പ എന്നോട്. കാരണം സുനിത എവിടെ കൊണ്ട് കൊടുത്താലും റിസൾട്ടാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊടുത്ത പ്രോഡക്റ്റ് റിസൾട്ട് ആണ്. ഞാൻ ചുരുങ്ങിയ വാക്കുകളോട് പറയാം, എനിക്ക് ഒത്തിരി റിസൾട്ടുകൾ ഇനിയും പറയാനുണ്ട്, പിന്നീട് ഞാൻ ഒരിക്കൽ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സുനിത മേഡം. ഇതിനു മുമ്പ് മകന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ആ റിസൾട്ട് അതൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മുടെ ഇബേട്ടോറിയം മുഖേന നമ്മുടെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയാ. അപ്പം അതിലൂടെ
ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കുകയും മറ്റുള്ളവർക്കും പല രോഗങ്ങൾക്കും ആശ്വാസം നൽകുകയും ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടിരുന്നു മാഡത്തിന്റെ റിസൾട്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പുനർജന്മമായിരുന്നു മാഡം, ഒരു പുനർജന്മമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്. കാരണം നടക്കാൻ ഒരാൾ കയ്യെ പിടിച്ചപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരുന്ന് എന്റെ കുഞ്ഞിനെയാണ് ഇത്രത്തോളം എനിക്ക് ദൈവം നടത്തി തന്നത്. അതിലൂടെ നല്ലൊരു വരുമാനോടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. ഒരു 7 മാസം കൊണ്ട് തന്നെ എനിക്കൊരു 3 ലക്ഷം രൂപ എനിക്ക് എടുക്കാൻ പറ്റി. ഇപ്പൊ എനിക്ക് 5 ലക്ഷം രൂപ മേളിലായിട്ടുണ്ട് വരുമാനം. നന്നായിട്ട് മുന്നോട്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും മാഡത്തിന്റെ ആ സത്യസന്ധമായ വാക്കുകൾ വളരെ എന്താ പറയാ എല്ലാവർക്കും അത് ഒരു പ്രചോദനമാണ്. കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റ് അത്ര റിസൾട്ട് ഉള്ള കാര്യം ഇതാണ്. ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം വളരെ വൈരാഗ്യം തോന്നാറുണ്ട്. കാരണം നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഇട്ടൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് സത്യസന്ധമായ റിസൾട്ട് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുകയും അതിലൂടെ നമ്മൾക്കൊരു വരുമാനം ഉണ്ടാവെന്ന് പറഞ്ഞ് ഇത് എവിടെ കിട്ടും അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ മാഡത്തിന് നല്ല നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇനിയും നല്ല ആളുകളിലേക്ക് നമ്മളെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. കാരണം നമ്മുടെ കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം നമ്മുടെ ആളുകളുടെ ബ്ലഡ് കട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ധാർമ്മികത. അത് എല്ലാവരും മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. ഷാജി സാർ പറയൂ. ഞാൻ മനഃപൂർവ്വം പറയാനാണ് പുതിയ റിസൾട്ട്സ് ഒക്കെ വരട്ടെന്ന് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് റിസൾട്ട്സ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നല്ലോ. എന്നിരുന്നാലും ഞാൻ പറയാം, എനിക്കൊരു ലാസ്റ്റ് റിസൾട്ട് ഉണ്ടായത് ട്രെയിനിൽ ഞാൻ വന്നോണ്ടിരിക്കുന്ന സമയത്ത്, മലപ്പുറത്ത് ട്രെയിനിൽ വന്നോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിക്ക് പെട്ടെന്ന് നെഞ്ചിന് വല്ലാത്ത വിമിഷ്ടം വന്നു, ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ എന്താ മോനെന്ന് ചോദിച്ചപ്പോ ഒരു 18 വയസ്സ് പോലും ഇല്ല ആ കുട്ടിക്ക് കേട്ടോ. അപ്പൊ ആ കുട്ടികളെ ഞാൻ എന്താ മോനെന്ന് ചോദിച്ചപ്പോ എനിക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇടയ്ക്ക് ആസ്മ വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് കെട്ടി കൊടുത്തു, വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞു, വെള്ളം കുടിപ്പിച്ചു. 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടി നല്ല രീതിയിലൊക്കെ, 5 മിനിറ്റ് പോലും എടുത്തില്ല, ഏറ്റവും നല്ല രീതിയിൽ വന്ന് അവൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവൻ എൻ്റെ സംസാരിച്ചു. ധാരാളം റിസൾട്ട്സ് ഉണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ പറയട്ടെ, വേറെ ആൾക്കാർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് അത്രയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ബയോട്രിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മനസ്സ് തുറന്ന് അനുഭവം കിട്ടിയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് സംസാരിക്കും. താങ്ക് യു ഷാജി സാർ. കാരണം പുതിയ ആളുകൾ പറയട്ടെ എന്ന് വിചാരിച്ചാണ് പഴയ ആളുകൾ പറയാതിരിക്കുന്നത്. അവരൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് അവർ മാറി നിന്നുള്ളൂ. പക്ഷെ പുതിയ ആളുകൾക്ക് ഇതിലേക്ക് കയറി വരാനായിട്ട് മടിയുണ്ട്. പക്ഷെ നമ്മൾ അത് വിചാരിക്കണ്ട. എല്ലാവരും പറയുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമാവും. അപ്പൊ എല്ലാവരും അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയുക. കാരണം പറയാൻ മടിക്കണ്ട. എനിക്കാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു കൊച്ചു കുട്ടിക്ക്, ആ കുട്ടി ഫാനിന്റെ ചോട്ടിലിരുന്നപ്പോ ഭയങ്കര ശ്വാസമുട്ടുണ്ടായി. ഒരു 5-6 വയസ്സുള്ള കുട്ടിയാണ്, എന്റെ മുത്തപ്പാടെ മകന്റെ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ഓടി ഫാനിന്റെ ചുവട്ടില് കാറ്റടിച്ചപ്പോ അവന് ഭയങ്കര ശ്വാസസ്വത, അവന് അലർജിയുടെ പ്രശ്നമുണ്ട്, ഇൻഹിലറിന്റെ ഉപയോഗമുണ്ട് അവന്. അപ്പൊ അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും ഞാൻ കൈ കെട്ടിരുന്ന റിസ്റ്റ്മെന്റ് കൈ കെട്ടിയപ്പോഴത്തേക്കും അവൻ പയ്യെ സൈലന്റ് ആവുകയും അവന് ശാന്തമായി ഇരുന്നിട്ട് വീണ്ടും അതേ ഫാനിന്റെ ഇറങ്ങി ഓടി അതേ സ്ഥാനത്ത് വന്ന് ശാന്തമായി ഇരിക്കുന്നത് കണ്ട കാഴ്ച ഒരു 5 മിനിറ്റ് കൊണ്ടാണ് കണ്ടത്. അത് ഭയങ്കര റിസൾട്ട് എനിക്ക് ഈ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. അത് സാറ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പൊ നല്ലൊരു റിസൾട്ടാണ് എന്തായാലും നമ്മുടെ പ്രോഡക്റ്റിന് എല്ലാത്തിനും. ഓക്കെ സാർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് സുകുമാരൻ. പെരുമ്പാവൂരിനടുത്ത് കോർനാടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമായി. ഇത് വാങ്ങാനായിട്ടുള്ള എനിക്ക് പ്രേരണ ലഭിച്ചത് എനിക്ക് അല്പം ശാരീരികമായ അസ്വസ്ഥതകളും വേദനകളും സഹിച്ച് പല ഓയിൽമെന്റും പല മരുന്നുകളും ഉപയോഗിച്ചു. ഒന്നിനും അല്പനേരത്തേക്ക് ഒരു ആശ്വാസം തോന്നുന്നു, അല്ലാണ്ട് ഇത് മാറുന്നുണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള രാധാകൃഷ്ണൻ ടീച്ചർ പറഞ്ഞു, ഇത് ഉപയോഗിച്ചാൽ മതി, വേദനകളൊക്കെ മാറും എന്ന് പറഞ്ഞു. ശരി എന്നാണ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് നല്ല ഉറക്കമാണ്. മാത്രമല്ല ഈ സാധാരണ ഉറക്കത്തിൽ നിന്ന് എനിക്കുമ്പോ അല്പം എനിച്ചിരുന്ന് പയ്യേക്ക് എനിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഉറക്കം കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ നല്ല രീതിയിൽ ഉണർവോടെ എനിക്കാൻ സാധിച്ചു. അതാണ് ആദ്യത്തെ റിസൾട്ട്. പിന്നെ ഈ വേദനയൊക്കെ കുറച്ച് 2-3 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അത്
കുറഞ്ഞു വന്നു, കൂടിയും കുറഞ്ഞു വന്നു കേട്ടോ. പിന്നെ ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി കിട്ടി. പിന്നെ എന്റെ ദേഹത്ത് പല കരിവാളിപ്പും പാടുകളൊക്കെ ഉണ്ടായി ഈ മരുന്ന് വെച്ചതിന്റെ ഉണ്ട്. പിന്നെ ഈ അടുത്തിടെ എനിക്ക് വേറൊരു റിസൾട്ട് കൂടിയും അനുഭവത്തിൽ കിട്ടി. എനിക്ക് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് അല്പം പനി അല്ലെങ്കിൽ ജലദോഷം, ചുമ വന്നതോടുകൂടി എന്റെ ശരീരം മുഴുവനും വളരെയേറെ വേദനപ്പെട്ട് അത് ചുമക്കാതിരിക്കാൻ പറ്റില്ല, ചുമക്കും. പക്ഷെ ഭയങ്കര വേദനയാണ്. ആ വേദനക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതുമ്പോ നമ്മുടെ വാട്ടർ അഞ്ചിപ്പാടൊക്കെ നെഞ്ചത്തും ഒക്കെ കെട്ടി വെച്ചു. അതുപോലെ തന്നെ നമ്മളെ റിസ്റ്റ് ബാൻഡ് ഒക്കെ കയ്യിലും കാലിലും ഒക്കെ കെട്ടി വെച്ചു. അത് 3 ദിവസം, ആദ്യത്തെ ദിവസം തന്നെ രാത്രി നേരമ്പോഴത്തേക്കും ഒരു നല്ല ആശ്വാസം കിട്ടി. പിന്നെ 2-3 ദിവസം കഴിക്കും പൂർണ്ണമായിട്ട് മാറി. പിന്നെ ചുമച്ചാലും ഒന്നും വേദന ഉണ്ടായില്ല. നല്ല രീതിയിൽ അത് ശാരീരികമായ വേദനകളിൽ നിന്നും മോചനം എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലഭിച്ചു. ഓക്കെ, താങ്ക് യു സാർ. നല്ല റിസൾട്ട് സാറ് പറഞ്ഞതാ. നമുക്ക് പെട്ടെന്ന് ഒരു ബോഡി പെയിൻ, ഒരു തലവേദന, ഒരു കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ്, നമ്മുടെ പില്ലോ മാറ്റ് നമ്മുടെ ചങ്കിൽ വെച്ച് കെട്ടുകയും അതുപോലെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് ചുമയൊക്കെ വന്ന കഴുത്തിൽ ചുറ്റുകയൊക്കെ ചെയ്ത ചുമയൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ടാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പെയിൻ കില്ലറൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. വീട്ടിൽ ഉമ്മയുണ്ട്, മക്കളൊക്കെ ആണെങ്കിലും ചുമ വന്നാൽ പോലും ഞങ്ങൾ വേഗം റിസ്റ്റ് ബാൻഡ് എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നത്. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ നമുക്ക് തടയാൻ പറ്റും, ഹോസ്പിറ്റൽ ബില്ല് കുറയ്ക്കാൻ പറ്റും. ഒരു പനിയായിട്ട്, ഒരു ചുമയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ അപ്പൊ തന്നെ അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു പറയും. പിന്നെ പെയിൻ കില്ലർ ആയിട്ടും അതുപോലെ ആന്റിബയോട്ടിക് ആയിട്ട് തരും. 1000 രൂപ എന്തായാലും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തിനാ അതിനൊക്കെ പോകണം? നമ്മുടെ കയ്യിൽ നല്ല പ്രോഡക്റ്റ് ആണ് ഇരിക്കുന്നത്. ആ പ്രോഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്യുക. അതാ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. അപ്പൊ താങ്ക് യു സാർ. ഹലോ, ഡോക്ടർ രാജു ഫ്രം പത്തനാപുരം. അപ്പൊ ഞാന് സത്യം കിടന്നോണ്ട് നിങ്ങളുടെ ഇത് ടെസ്റ്റ് പണിയൊക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ ഞാൻ മിനിഞ്ഞാന്നുണ്ടായ ടെസ്റ്റ്, എനിക്കല്ല എന്റെ കാര്യം അറിയാമല്ലോ. അപ്പൊ മിനിഞ്ഞാന്ന് ഞാനും വൈഫും കൂടെ പുനലൂർ ഒരു സെയിലിനല്ല ഒരാളെ കാണാൻ പോയി. പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നെ ഭർത്താവ് എക്സ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിന്ന് വന്നു കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഒരു 50 വോളണ്ടറി സർവീസ് കഴിഞ്ഞിട്ട് വന്ന നല്ല ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ പുള്ളിയുടെ ഒരു സൈഡ് അങ്ങ് ഇതായി പോയി, വീണുപോയി, പാരാലിസിസ് ആയി. ഒരു കാലും ഒരു കൈയും. മറ്റേ കൈക്ക് കുഴപ്പമില്ല, കൈയുടെ നഖ ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുക കൈ. അപ്പൊ ഞാൻ ഈ സയൻസ്, തിയറി, ടെക്നോളജി എല്ലാം പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സില് ഈ പ്രൊഡക്റ്റ് എടുക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും അങ്ങോട്ട് തെരപ്പി വരുന്നില്ല. നമ്മൾ എത്ര കിടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ടെസ്റ്റ് പണി പറഞ്ഞിട്ട് കേൾക്കുന്നുള്ളതല്ലാതെ ഒരു റെസ്പോൺസും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കൂടുതലൊന്നും അലക്കണ്ട, ഇനി പോരാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കൊരു ബുദ്ധി തോന്നി, ഇങ്ങനെ കൈയെ കസാര ഇരുന്നപ്പോൾ അനങ്ങാൻ പിടിച്ചെണ്ണിപ്പിക്കണം. കൈ ഇത്ര പൊക്കാൻ പറ്റും, ഒരു 1/4 ഭാഗമേ പൊക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനെന്ത് ചെയ്ത്, ഞാൻ എന്റെ വാട്ടർ പാൻറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തിട്ട് ബാൻഡൊക്കെ കെട്ടി കാലയിട്ട്, ആ സൈഡിലെ കാലയിട്ട്. എന്നിട്ട് ഈ കയ്യാല് നമ്മുടെ വാട്ടർ പാഡും കൂടെ കെട്ടിക്കൊടുത്തു. നീയുടെ തൊട്ട് മേളി വെട്ടിക്കെടുത്തിട്ട് വീണ്ടും ഒരു കാര്യം കൊണ്ട് ടെസ്റ്റ് പണി ഇന്ന പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഒരു അനക്കവും ഇല്ല. അപ്പൊ ഒരു 1/2 മണിക്കൂർ എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ അവർ ചായ ഒക്കെ ഇട്ടുകൊണ്ട് തന്നു, അതും കുടിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങളുടെ അച്ഛന്റെ മേളിൽ കെട്ടിയിരിക്കുക, അതിനൊരു റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ക്യൂരിയോസിറ്റി ആയി. ഞാൻ പതുക്കെ അതെല്ലാം പ്രോഡക്റ്റ് എല്ലാം അഴിച്ച് താഴെ വെച്ചിട്ട് കൈ മറ്റേതും ഞാൻ പിടിച്ചു പൊക്കിയതല്ല, അയാൾ തന്നെ കൈ പൊക്കിയാൽ 1/4 ഭാഗം പോലും പൊങ്ങുന്നില്ല. അപ്പൊ ഇദ്ദേഹം പൊക്കി പൊങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റിൽ എന്തോ ഇതൊക്കെ മിറക്കിളാ സത്യം പറഞ്ഞത്. നമ്മുടെ കണ്ണിൽ കൂടെ ഇത് വന്നു, വെള്ളം വന്നു. ഈ നേരെ വന്നിട്ട് മേളി ഇങ്ങനെ വരെ ആയി. അപ്പൊ വലത് കൈ സ്വാധീനമുള്ള 2 കൈ കൂടെ ഒന്ന് കൂട്ടിയടിക്കാൻ പറഞ്ഞു. 2 കൈ കൂടെ കൂട്ടിയടിച്ചു. സെയിൽ അവിടെ ആയി. സാറേ എന്താ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഡബിൾ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ട് വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ കാര്യമൊക്കെ പറഞ്ഞു പോയി. അപ്പൊ ആ ഒരു ഡെമോ ഞാൻ അവിടെ കാണിച്ചില്ലായിരുന്നെങ്കിൽ അത് സെയില് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സംഗതിയിൽ ധൈര്യമായിട്ട് ചെയ്തു. ഇതെനിക്കൊരു 3, 4, 5 അനുഭവം ഉണ്ട് ഓൺ ദ സ്പോട്ടിൽ സെയിൽ നടന്ന് ഡെമോ കാണിച്ചപ്പോ. കാരണം വയ്യാത്ത കൈ അല്ലെങ്കിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ നടത്തി എന്നുള്ളതാണ് വേറെ രസം. ആരെയും പിടിക്കാതെ എങ്ങാനും ഒരു 10-12 സ്റ്റെപ്പ് നടന്നു.
അതൊക്കെ ഒന്ന് മിറക്കളാണ്. അവർ തന്നെ അങ്ങ് അന്തപ്പെട്ടിരിക്കും. എത്ര ദിവസം കൊണ്ട് ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ മാസവും ചെക്കപ്പിന് പോയ 12 വർഷം കൊണ്ട് അവര് ഇങ്ങനെ ചികിത്സ കൊണ്ട് നടക്കുക. ഉള്ള പൈസ അയാളുടെ പെൻഷനും അയാളുടെ മോടെ എല്ലാ അസറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി നടക്കുക. നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് ചെന്ന് ചെയ്തൊരു മിറക്കിള് നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടതാ. അത് മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്ക് അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് കൂടും. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ട് കാലയിലോ കയ്യിലോ വെച്ച് കെട്ടി ആ വെള്ളം കൂടെ കുടിപ്പില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതിന്റെ എഫക്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഡോക്ടറാണ് പറയുന്നതെന്ന് ഓർക്കണം. ഡോക്ടർ ഈ ഇരിക്കുന്ന ഡോക്ടർ റിസൾട്ട് ആണ്. കാരണം നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് അന്തികുദാശ കഴിച്ച ഡോക്ടർ. ഡോക്ടർ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച റിസൾട്ട് നേടിയ ഒന്നാമത്തെ പ്രത്യേകിച്ച് ഒരു റിസൾട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ സാറ് പറഞ്ഞ വളരെ അപ്പൊ എല്ലാം അത് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, പറഞ്ഞു മേഡം. എന്റെ പേര് ഖദീജ. ഞാൻ പള്ളിപ്പുറം. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി റിസൾട്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരാഴ്ചയുടെ മുന്നേ ഞാൻ പട്ടാമ്പിയിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യുമ്മല് നീര്, കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ വേണ്ടി ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ബബിത മേഡം കൂടെ പോയി അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവര് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പൈസ അവരെത്തില്ല. അവര് എല്ലാരും കൂടി പള്ളി കമ്മിറ്റി കൂടി എല്ലാരും കൂടി പിരിച്ചിട്ട് 10-700 പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്ത് അന്ന് കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് വെള്ളം കുടിക്കാനും കറക്റ്റ് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിച്ചു. അവരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും, അതുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ചു. നേരത്തെ വിളിച്ചു നോക്കുമ്പോ എന്തൊക്കെയുണ്ട് വെള്ളം കുടിച്ചെന്നൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അവര് പറഞ്ഞ് നിങ്ങൾ പോണേന്റെ മുന്നേ ബോട്ടിൽ വെള്ളം വെച്ചിരുന്നത് കുടിച്ചു. രണ്ടാമത് ഒരു ബോട്ടിൽ കൂടി വെച്ചിട്ട് രാത്രി ആവുമ്പോ അവർക്ക് മലം നന്നായി പോയി പറഞ്ഞു. അപ്പൊ പറഞ്ഞു മലം പോയി വെച്ചപ്പോ ഞങ്ങൾക്ക് വേണ്ടത് മലം തന്നെ പോകേണ്ടത്. കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആശുപത്രി പോയിട്ട് മരുന്ന് വെച്ചിട്ടാണ് അവർക്ക് വയറ്റിന്ന് പോവലുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല ഇതുണ്ട്. ഇപ്പൊ നോക്കുമ്പോ കാരണത്ത് നീരൊക്കെ ഒരുവിധം മാറിയിരിക്കണം. കൈയൊക്കെ പതുക്കെ ജനാലിന്റെ മുളക്കിനെ പൊന്തിച്ചിട്ട് പതുക്കെ ഇങ്ങനെ അതായിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇന്നലെ വന്ന് ഇനിയിപ്പോ നാളെ അവിടെ പോകണം. നല്ല റിസൾട്ട് വിളിക്കണം. കാരണം പിരിച്ചിട്ടാണ് അവർക്ക് വാങ്ങിക്കൊടുത്തിക്കണത്. ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പൈസ ഇല്ല അവരടുത്ത്. ഇപ്പൊ നാളെ കൂടി പോയിട്ട് അവർക്ക് ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം 2-3 പെൺകുട്ടികളാണ്. കാരണം പുറത്തു പോയി നയിച്ച് കൊണ്ടാനും പിടിക്കാനൊന്നും പാകമില്ല. അവരിങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ എന്തായാലും ഇതിനെ പറ്റിയൊന്നും പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. താങ്ക് യു ഖദീജ മേഡം. ഖദീജ മേഡം രാവിലെ 6 മണിക്കുള്ള മീറ്റിംഗിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. നല്ലൊരു ഒരു കൊല്ലമായി ഞാൻ ഒരു കൊല്ലത്തിന് മേലായി സത്യസാറിന് അറിയാൻ വന്നിട്ടുണ്ട്. പക്ഷെ റൂമിൽ കയറ്റി വർത്താനം പറയാന് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഇതിന് ഡെയിലി കേറുന്ന കാരണം കുറച്ചൊക്കെ പേടി തീർന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ബയോട്ടറിൽ വന്നോണ്ട് നമുക്ക് സംസാരിക്കാനും പറ്റിയില്ലേ. അപ്പൊ നല്ല ആക്റ്റീവായിട്ടുള്ള മേഡം പറഞ്ഞ റിസൾട്ട് വളരെ അനുഭവം പലർക്കും ഉള്ള റിസൾട്ടാണ്. കാരണം മോഷൻ പോകാതെ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാരണം ഞങ്ങള് ആശുപത്രിക്ക് പോയിട്ട് മരുന്ന് വെച്ചിട്ടാണ് അവര് വയറ്റിന്ന് പോവാറ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ആകുമ്പോ നല്ല പോയി പറഞ്ഞിട്ട് പറയാം. അപ്പൊ മരുമക ഇടക്കിടക്ക് പോയിട്ടുള്ള റിസൾട്ട് പോകുന്നുണ്ട്. ഞാനിവിടുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോക്കുമ്പോ. ഇനി എന്തായാലും അവരെ കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വരാനുള്ള തയ്യാറെടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. താങ്ക് യു മാഡം. നല്ലൊരു റിസൾട്ടാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ മാഡം പറഞ്ഞു. താങ്ക് യു. അതുപോലെ തന്നെ ഓണമൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും പല ആളുകളും രാത്രിയിലാണ് പർച്ചേസിനൊക്കെ പോകുന്നത്. അപ്പൊ സമയം ഓവറായി. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എന്താ പറയാൻ വാക്കുകളില്ല. അപ്പൊ നമ്മുടെ മനോജ് സാറിനെ നമ്മുടെ സുമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. സാറിന് ഓണാശംസകൾ നേരുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സഫിയ മാഡം. ഗുഡ് ഈവനിങ് ലീഡേഴ്സ്. വളരെ സന്തോഷത്തിലാണ് ഓരോരുത്തർക്കും കിട്ടിയ റിസൾട്ട് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് ഓരോരുത്തർക്കും ഈ പ്രൊഡക്റ്റിലൂടെ ദൈവം വരദാനമായിട്ട് നൽകുന്നുള്ള. മോഡേൺ സയൻസിന് ജീവിതത്തിലേക്ക് വരില്ല എന്ന് എഴുതി തള്ളപ്പെട്ട ആളുകൾ, ക്യാൻസർ പേഷ്യൻസ്, ഇപ്പൊ ഖദീജ മാഡം പറഞ്ഞ റിസൾട്ടുകൾ, അല്ലെ എന്തെല്ലാം റിസൾട്ടുകൾ, സുസമ്മ കോട്ടയത്ത് നിന്ന് പറഞ്ഞ റിസൾട്ടുകൾ, ഒത്തിരി ആളുകൾ കൊണ്ട് റിസൾട്ട് പറഞ്ഞു. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അല്ലെ. നമ്മുടെ സലീം കയുടെ മകൻ ഇതൊക്കെ പുച്ഛിച്ച് തള്ളിയ ആളാണ്. വേറെ പണിയൊന്നുമില്ല ഉപ്പാക്കെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ എന്താ എന്റെ ഉപ്പാന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ മകന്
എത്രയോ വർഷം കഴിഞ്ഞിട്ടാ കൊടുത്ത്. തുടക്കത്തിലൊന്നും അവൻ ഉപയോഗിച്ചില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അല്ലെ നിർബന്ധിച്ച് കൊടുത്തു വിട്ടപ്പോ അവിടെ ഉണ്ടായ എത്രയോ വർഷങ്ങൾ ഉണ്ടായിട്ടുള്ള കാലുവേദന, മുട്ടുവേദന ഇതൊക്കെ മാറിയതാണ്. ഇത്രയും ദിവ്യാത്ഭുതമായ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട രീതിയിൽ നമുക്കത് ഉപകരിക്കുന്ന രീതിയിൽ, ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആളുകൾ കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, പുച്ഛിച്ചോട്ടെ ഒക്കെ ഉണ്ടാവും. എല്ലാവരും നമ്മൾ ഈ വന്ന ആളുകൾ, നമ്മളും ചിലപ്പോൾ കുറെ നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക അല്ലെ. നമുക്ക് ഇതൊന്നും പരിചയമില്ലാത്ത ഒരു തെറാപ്പിയാണിത്. നമ്മൾ രോഗം വന്നാൽ നേരെ ഡോക്ടറെ അടുത്ത്, ആദ്യം നമ്മൾ തന്നെ ഒരു ഡോക്ടറാവും. ഡോക്ടറെ അടുത്ത് പോവില്ല, അത് നമ്മളാണ് ഡോക്ടർ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിളിൽ നോക്കും ഇന്ന അസുഖത്തിന് ഏതാ മരുന്നെന്ന്. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ പോയിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങും. അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ ഒരു ഡോക്ടർ ഉണ്ടാവും, അയാൾ MBBS-നെക്കാളും വലിയ ഡോക്ടറാണ് മെഡിക്കൽ ഷോപ്പിലത്തെ ആള്. ഇന്ന് അസുഖം അത് വേണ്ട, ഇന്ന് ടാബ്ലറ്റ് കഴിച്ചു വന്നു. ഇല്ല, നിങ്ങൾ പരിചയമുണ്ടല്ലോ അല്ലേ. മെഡിക്കൽ ഷോപ്പിലെ ഡോക്ടറെ കാണും, ആ മരുന്ന് നമ്മൾ കുറച്ച് ദിവസം കഴിച്ചു വെക്കും, എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുള്ളൂ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ആദ്യം പരിശോധിച്ച് എല്ലാം കൂടി ടെസ്റ്റ് ചെയ്ത് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ എഴുതി തരും. ഇതൊന്ന് കഴിച്ചു നോക്ക്, ഉറപ്പില്ല ഡോക്ടർക്ക് കേട്ടാ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങ പറയും അല്ലെ, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറയും. അപ്പൊ ഇത് കഴിച്ചിട്ട് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. ചിലപ്പോൾ ചിലതിൽ എന്തെങ്കിലും കുറവുണ്ടാവും, ചിലത് കൂടുതലാവും. അപ്പൊ വീണ്ടും ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും എന്താ, എന്നാ പിന്നെ നമുക്കൊന്ന് ഒരു എക്സ്റേ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണിത്. അപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് അല്ല. മനുഷ്യനാണോ, പ്രായം കൂടുമ്പം ഡിസോർഡറുകൾ ഉണ്ടാവും ബോഡിയിൽ അല്ലെ, ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും, അതെന്താവും, ഡിസീസ് ആയിട്ട് മാറും. അതാണ് സയൻസ്. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അവയവങ്ങൾക്കെല്ലാം വീക്ക്നെസ് വരും. അപ്പോൾ ഡിസോർഡർ ആവും, ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, ഡിസീസസ് ഉണ്ടാവും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുട്ടികൾ മുതൽ നമുക്ക് കൊടുക്കാം. പ്രസവിച്ച് 1 or 2 മാസം, 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ ഇത് ഉപയോഗിക്കും. കുട്ടികൾക്ക് അധികം ടോക്സിൻസോ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും 6 മാസം കഴിഞ്ഞ കുട്ടികളൊക്കെ ഇതിനകത്ത് കിടത്തുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കിടത്ത കുട്ടികൾ ഒരു കുഴപ്പമില്ല. അവര് മുതല് ഏറ്റവും അവസാന നിമിഷം വരെയും ഇതിനകത്ത് കിടക്കാൻ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കണ്ടില്ലേ, ആ ഒരു പ്രൊഡക്റ്റ് ഒരു വെൽനസ് പ്രൊഡക്റ്റ് ആണിത്. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുമ്പോ രോഗികളെ അന്വേഷിച്ച് മാത്രം പോകല്ലേ. ചില ആളുകൾ ഡോക്ടറെ കൊണ്ടുപോകുമ്പോൾ വിളിക്കും, സാറേ അവിടെ ഇത്ര വർഷമായിട്ട് കിടക്കുന്ന ഒരു രോഗിയുണ്ട്, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം പറയാം, എന്തൊക്കെ ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, BP ഉണ്ടോ, തൈറോയിഡ് ഉണ്ടോ, അങ്ങനെ ചോദിക്കുന്നു ഇല്ലേ. എന്നിട്ട് നമുക്ക് എന്നാ അവിടെ പോവാ. ഓരോന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു റിസൾട്ടോട് കിട്ടി നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാനായിട്ട് ഒരു രോഗിനെ കൊണ്ടുപിടിക്ക് കൊടുക്കുന്നത്. രോഗിനെ കണ്ടുപിടിച്ചിട്ട് അവിടെ റിസൾട്ട് കിട്ടി ആ ഭാഗത്തൊക്കെ ഇതാകുമല്ലോ എന്നുള്ളൊരു പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ അന്വേഷിച്ച് നടക്കണ്ട. നമ്മൾ രോഗമില്ലാത്ത പ്ലീസ് രോഗമില്ലാത്ത ആളുകളാണ് ഈ സമൂഹത്തിൽ കൂടുതൽ അല്ലെ. രോഗമില്ലാത്ത ആളുകളാണ്. ചെറിയ രോഗം, ഷുഗർ, പ്രഷറൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയണം. അപ്പൊ അവരിലേക്ക് നമ്മൾ ഇത് എത്തിക്കുക. രോഗമില്ലാത്ത ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാനാണ് നമുക്ക് ഇവിടെ ഉത്തരവാദിത്വം. രോഗികൾക്ക് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുത്തോളൂ. കൊടുത്ത ആൾക്കൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. അവസാനം രാജു സാറ് പറഞ്ഞില്ലേ, അത്ഭുതകരമായ റിസൾട്ടാണ് അതൊക്കെ. നമ്മളൊക്കെ പോയി ഇതൊക്കെ പറയുമ്പോൾ പുച്ഛഭാവമാണ് പലർക്കും. ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്? ഈ ഷാജി റസാഖൊക്കെ ഇവിടുന്ന് കളമശ്ശേരി എന്ന് വന്നിട്ട് വയനാട്ടിൽ മലപ്പുറത്ത് വന്നിട്ട് നമ്മളൊക്കെ പറ്റിക്കാൻ വേണ്ടി വന്ന ആളാണ് അല്ലെ. ഇൻഷാ അള്ളാ 5 നേരം നിസ്കരിക്കുന്നത് നിങ്ങൾ ഈ പണിയൊക്കെ ആയിട്ട് നടക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ ട്രെയിനിൽ പോകുമ്പോ എന്നെ നോക്കാളി കൈ കെട്ടി കിടക്കുക, ഇവനാരോ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം പല വീടുകളിലും നമ്മളിതൊക്കെ പോയി കാണിക്കുമ്പോ അവർക്ക് ഇതൊന്നും കാണില്ലേ, അതുണ്ടാവും. അതുകൊണ്ട് ഒരു റിസൾട്ട് എനിക്ക് വേണ്ടി തൊട്ട അയൽവാസി നൗഷാദ് സാർ അന്ന് കൊടുത്തിട്ട് റിസൾട്ട് ഇല്ല പറഞ്ഞ് എപ്പോഴും അതിന്റെ പേര് പരാതിയാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് മതിക്ക് ഇവിടെ മൊത്തം കാണിച്ചു കൊടുക്കാൻ അതിനാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1.5 വർഷമായി ഞാൻ അതില് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും അവർക്ക് ചെവിയിൽ കോൾപ്പുള്ളില്ല. അത് എന്തിനാ ചോദിച്ച് കളിയാക്കുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ ഒറ്റ റിസൾട്ട് മതിച്ചിട്ടാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതാണ്. റിസൾട്ടുകൾ വരും. റിസൾട്ടുകൾ ചില ആളുകൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. റിസൾട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഡീലക്സ് അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. രോഗികൾക്ക് സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. അതേപോലെ തന്നെ അവർ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ, ഇത് ഉപയോഗിക്കുന്നുണ്ടോ, ഇത് കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് പെട്ടെന്ന് റിസൾട്ട് വരില്ല. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ ഒരു ദിവസം ഇതൊന്നും സ്വിച്ച് ഇട്ടാ നിൽക്കുന്ന പരിപാടിയല്ല ഇത്. മനസ്സിലായ? ഇപ്പൊ കറണ്ട് പോയാൽ പ്രകാശം വേണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എന്ത് വേണം, ഫാൻ കറങ്ങുന്ന സ്വിച്ച് ഇട്ടാൽ മതി. അതുപോലെ നിൽക്കില്ല ഇത്. അപ്പൊ അതിൻ്റെതായ സമയം എടുക്കും.
ചില ആളുകൾക്ക് ബോഡി പെയിൻ വരും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ ബോഡി പെയിൻ വരുന്നു പറയരുത് കേട്ടോ, എന്നാൽ അവർ വാങ്ങൂല. എല്ലാം വാങ്ങിക്കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി വിരിച്ചു കൊടുത്ത് ബോട്ടിലെ വെള്ളമൊക്കെ കെട്ടി കുടിക്കുന്ന സമയത്ത് പറയാ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബോഡിയിൽ ചില പോസിറ്റീവ് സിംറ്റംസ് ഉണ്ടാവും. മനസ്സിലായ? അത് പോസിറ്റീവ് സിംറ്റംസ് ആണ്, നമുക്ക് ഗുണപ്രദമാകുന്ന ബോഡിയിൽ ചലനങ്ങളോ വേദനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മനസ്സിലായി. ലൂസ് മോഷൻ വരുമ്പോൾ ഇതൊക്കെ മാറ്റി വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ആളുകൾ. ബോഡിക്കകത്തുള്ള ടോക്സിൻസ് പുറത്തേക്ക് പുറന്തള്ളി പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് അഴുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് പറയണം നമ്മള് കേട്ടോ, അത് നമുക്ക് അറിവുണ്ടാകണം. പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പേസ് മേക്കർ വെച്ചവർക്ക് ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ എല്ലാവരും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ ഗർഭിണികൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളം കുടിച്ചാൽ നല്ല വണ്ണമുള്ള നല്ല വെളുത്ത കുട്ടി ഉണ്ടാവും, നല്ല വെയിറ്റ് ഉള്ള കുട്ടി ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചു മാട്രസ് പാഡിൽ കിടക്കണ്ട അവര്, മനസ്സിലായി? അപ്പൊ ഗർഭിണികൾക്ക് അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് വെച്ച ആളുകൾ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കരുത്. അത് അപകടം ഉണ്ടാക്കും, അത് ഡാമേജ് ആയിപ്പോവും. ബോഡിക്കകത്ത് എന്തെങ്കിലും നമ്മളെ ഇത് ഫിറ്റ് ചെയ്ത ആളുകൾക്ക് എന്താ പറയാ, അത് അവർ ഉപയോഗിക്കാൻ പാടില്ല. ഡിവൈസസ് ഫിറ്റ് ചെയ്ത ആളുകൾ ഉപയോഗിക്കരുത്. അത് നമ്മൾ പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കണം, കേട്ടില്ലേ? അതേപോലെ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. പക്ഷെ ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, പോയി വന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ മാട്രസ് പാഡോ റിസ്റ്റ് ബാൻഡോ വേണ്ട, വെള്ളം കുടിച്ചോട്ടെ. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഡോക്ടേഴ്സ് പറയുന്ന അളവിൽ വെള്ളം കുടിച്ചാൽ മതി തുടക്കത്തിൽ. ചില ആളുകൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ 1/2 ലിറ്റർ വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വെള്ളം കുടിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വെള്ളം കുറച്ചും കൂടി അളവ് കൂട്ടി കുടിക്കും. 1 ലിറ്റർ എന്നുള്ളത് കുറച്ചും കൂടി അളവ് കൂട്ടി കുടിക്കാൻ പറയാം. അങ്ങനെ മെല്ലെ മെല്ലെ അളവ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അവർക്ക്. ക്രിയാറ്റിൻ ലെവലൊക്കെ 7.5 1 എത്തി എത്രയോ റിസൾട്ടുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇത് ആരോടും പറയാം എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ ആരോ ഇവിടെ പറഞ്ഞിട്ടു കോഴിക്കോടുന്ന് അല്ലെ, ഏതോ ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞപ്പോ അവർ ആദ്യം താല്പര്യപ്പെട്ടില്ല, പിന്നെ ലേഡി വാങ്ങി. അവരിവിടെ വന്ന് പറഞ്ഞു, എന്താ ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി. അവര് വാങ്ങി, അവന്റെ മകനെ എതിർത്തു, മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടു അല്ലെ. ഇത് തട്ടിപ്പാണ്, അമ്മ വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും അങ്ങനെയുണ്ട് അല്ലെ. നമ്മളെ രമണി മേഡത്തിന്റെ മക്കൾ ഡോക്ടറാണ്, മനസ്സിലായ? മോൻ ഡോക്ടറാണ്, മോള് നേഴ്സാണ്, മകന്റെ ഭാര്യ ഡോക്ടറാണ്. രമണി മേഡം എപ്പോഴും ഒന്ന് റിസൾട്ട് ഷെയർ ചെയ്യാറുണ്ട്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ശരീരവേദന. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് അമ്മയെ പ്രായമൊക്കെ ആയില്ലേ, ഇനി കുറച്ച് ശരീരവേദനയൊക്കെ ഉണ്ടാവും, അതൊക്കെ അനുഭവിച്ചോളാം, വേറെ മാർഗമൊന്നുമില്ല, പിന്നെ വേണ്ട, സഹിക്കാൻ പറ്റുന്ന പെയിൻ കില്ലർ വാങ്ങി കഴിച്ചോളാനാ പറഞ്ഞത് അല്ലെ. ഡോക്ടറെ കുറ്റം പറയുന്നില്ല, അവരുടെ പഠിച്ച രീതിയാണത്. അവരെ നമുക്ക് ആരും കുറ്റമായിട്ടല്ല പറയുന്നത്. പക്ഷേ രമണി മേഡത്തിന് ഏതോ എവിടുന്നോ ഇത് കണ്ടപ്പോ ഇങ്ങനെയാണെന്ന് തോന്നിയപ്പോ വാങ്ങിച്ചപ്പോ, പക്ഷെ മക്കൾ എതിർത്തില്ല കേട്ടോ. അമ്മന്ന് വാങ്ങി ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ചില മക്കളുകളെ എതിർക്കും, ഇത് തട്ടിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ. പക്ഷെ രമണി മേഡത്തിന് ഉപയോഗിച്ച് എന്ത് റിസൾട്ടാ കിട്ടിയെന്ന് പറയാം അവർക്ക് അല്ലെ. എത്രയോ വർഷങ്ങളായിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനും അപാരമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തൊക്കെ പ്രോഗ്രാമിൽ അവർ സജീവമായിട്ടുണ്ട്. ഇപ്പോ ഒരു ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കാലിന് ക്യാൻസർ വന്നിട്ട് കാല് മുറിച്ചു മാറ്റിയാണ്, ഒരു വെപ്പ് കാലാണ് ഇപ്പോൾ ഉള്ളത്. ആ കാല് ഉപയോഗിച്ചിട്ട് അവര് എത്ര ആരോഗ്യത്തോടെയാണ് വരുന്നത്. അവരെന്നെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാലിന്റെ കാര്യത്തെ കുറിച്ച് അല്ലെ. എത്ര ചെറുപ്പക്കാരിയെ പോലെയാണ് ഇന്ന് ആവേശത്തോടി നടക്കുന്നറിയോ. കാരണം നമുക്ക് കിട്ടിയ ഈ അവസരം. ഇവിടെ പണമല്ല പ്രധാനം, പണം ബൈ പ്രൊഡക്റ്റ് ആണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ പണത്തിന്റെ പിറകെ ഓടിയാ വരില്ല. പണം നിങ്ങളെ തേടി വരികയാണ്. നന്മ ചെയ്യുമ്പോൾ, നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, നല്ല ആളുകളിലേക്ക് ഈ റിസൾട്ട് എത്തിക്കുമ്പോൾ. സുനിത മേഡം ഇവിടെ സംസാരിച്ചു അല്ലെ. സുനിത മേഡത്തിന്റെ മകൻ എത്രയോ വർഷങ്ങളായിട്ട് സ്ട്രോക്ക് വന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഒന്നും നടന്നില്ല. അവിടെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ ആ കുടുംബത്തിന്റെ സന്തോഷം ആലോചിച്ച് നോക്കണം നിങ്ങള് ഇല്ലേ. കിടപ്പിലായിരുന്നു ആ കുട്ടി, ഇപ്പൊ സ്കൂളിൽ പോകുന്നു അല്ലെ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. എത്ര ലക്ഷം തന്നെ ഞാൻ സംഖ്യ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ അങ്ങനെ അപാരമായ റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധൈര്യമായിട്ട് നോക്കാം. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണം, വെള്ളം റെഗുലറായിട്ട് പറഞ്ഞ അളവിൽ കുടിക്കണം. അതുപോലെ റിസ്റ്റ് ബാൻഡ് എപ്പോഴും നമ്മൾ വസ്ത്രം, ചില സാർ ഈ റിസ്റ്റ് ബാൻഡ് എത്ര സമയം കെട്ടണം അല്ലെ, നിങ്ങളോട് ചോദിക്കാറില്ലേ റിസ്റ്റ് ബാൻഡ് എത്ര സമയം കെട്ടണം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എത്ര സമയം വസ്ത്രം ഉപയോഗിക്കുക? വസ്ത്രം അഴിച്ചിട്ട് നമ്മൾ നടക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു എന്താ പറയാ പാട്ടായിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ അഴിച്ചു വെച്ചിട്ട് ഫോൺ എടുത്ത് അപ്പൊ തന്നെ നമ്മുടെ എല്ലാം ഡിസ്ചാർജ് ആയി കേട്ടോ. ചിലപ്പോൾ വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അല്ലെ കുളിക്കുന്ന സമയത്തൊക്കെ ഇത് അഴിച്ചവിടെ വെച്ച് ഫോൺ തൊട്ട് അപ്പം എനർജി ഒക്കെ ഡിസ്ചാർജ് ആവും. അറിയാലോ, നമ്മൾ കാണിച്ചു കൊടുക്കും, ഡെമോ കാണിച്ചു കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് ഇത് അഴിച്ചാൽ പിന്നെ നിങ്ങൾ ഫോൺ തൊടരുത് കേട്ടില്ലേ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആര് വിളിച്ചാലും എടുക്കണ്ട, ദൈവം തമ്പുരാൻ വിളിച്ചാലും എടുക്കണ്ട. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റിസ്റ്റ് ബാൻഡ് വീണ്ടും കെട്ടിയതിന് ശേഷം മാത്രമേ ഫോൺ തൊടേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ എനർജി ഡിസ്ചാർജ് ചെയ്യപ്പെടും ഇതില്ലാതെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ. ക്ലിയർ? അതുകൊണ്ട് പരമാവധി സമയം നമ്മൾ ഇത് ഉപയോഗിക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക.
ഒരു സംശയം വേണ്ട, കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, ഒന്നും നമ്മൾക്ക് വിഷയമല്ല. നമ്മൾ സത്യസന്ധമായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച, ഇന്ത്യൻ ആയുഷ് മിനിസ്റ്റർ അംഗീകരിച്ച, നോബൽ പ്രൈസ് കിട്ടിയ ഇല്ലേ, അതേപോലെ തന്നെ ഇപ്പൊ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അല്ലെ രേഖപ്പെടുത്തപ്പെട്ട ഒരു കമ്പനിയുടെ അപൂർവ അത്യന്താപേക്ഷിതമായ ഒരു ഉൽപ്പന്നമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആവേശത്തോടെ ഇത് ഏറ്റെടുക്കുക. എന്തായാലും വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഈ രാത്രിയിൽ ഇത്രയും പേര്, ഓണത്തിന്റെ തലേദിവസമൊക്കെയാണ്, തിരക്കാണ്, ഇത്രയും പേര് പങ്കെടുക്കുകയും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഓണം തീരുന്നവരെ നമുക്ക് ഓണാശംസകൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമിലും ആവർത്തിച്ച് ഓണം ആഘോഷത്തെ കുറിച്ച് പറയുന്നത്. എല്ലാം മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ ഓണം ഇങ്ങനെ അലയടിക്കുകയാണ് അല്ലെ, മലയാളി ഹൃദയത്തിലേക്ക് അലയടിക്കുകയാണ്. നമ്മൾ പണ്ടേ പറഞ്ഞ പോലെ കാണാൻ പറ്റും ഓണം ഉണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം പണ്ട് നമ്മൾ പറയാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ഓണം വന്നാൽ നമ്മൾ ആഘോഷിക്കും, അടിച്ചു പൊളിക്കും ഇല്ലേ. അവിടെ ജാതിയില്ല, മതമില്ല, ഒരു മനുഷ്യ മതമേ ഉള്ളൂ അവിടെ, മലയാളി എന്ന മതം മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ആ ഓണാഘോഷം വളരെ കെങ്കേമമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അടുത്ത ഓണം ആകുമ്പോഴേക്കുണ്ടല്ലോ അബ്ബാസ്കറൊക്കെ വേറെ ലെവലിലായിരിക്കും കേട്ടോ. അടിപൊളി നല്ല ഒരു സൂപ്പർ പ്രീമിയം കാറിലൊക്കെ വന്ന് അവിടെ ചവിട്ടി നിർത്തിയിട്ടുണ്ടല്ലോ. ഏത് ലെവലിലായിരിക്കും നിങ്ങൾ അടുത്ത ഓണം എന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കാണണം. ഇപ്പൊ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അടുത്ത ഓണത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ നല്ല ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധിക്കാം, മനോഹരമായ ഒരു ചിത്രം അടുത്ത ഓണത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും കാഴ്ചയുണ്ട്. ഇപ്പൊ എന്നെ എല്ലാവരും കാണുന്നുണ്ട് അല്ലെ, ഒരു കുഴപ്പമില്ല അല്ലെ, വീഡിയോ ഓൺ ചെയ്യാൻ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ കാഴ്ചപ്പാടുകളുടെ കുറവാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാത്തത്. കാഴ്ചയുണ്ട്, പക്ഷെ കാഴ്ചപ്പാടുകൾ കുറവുണ്ട് സലീംക്ക. അതുകൊണ്ട് കാഴ്ചപ്പാടുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാണ്ടല്ലോ ചിലത് തള്ളുകയും കൊള്ളുകയും ചെയ്ത് മുന്നോട്ട് പോയാലുണ്ടല്ലോ അടുത്ത ഓണം വേറെ ലെവലിലായിരിക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നാളെയും കൂടെ രാവിലെ പ്രോഗ്രാം ഉണ്ട്. ശനിയാഴ്ച രാത്രി നമ്മുടെ ഓണാഘോഷമാണ്. എല്ലാവരും തയ്യാറായിക്കൊള്ളും കേട്ടോ. പലതരത്തിലുള്ള പാട്ടുകളും, മാപ്പിളപ്പാട്ടുകളും, ഓണപ്പാട്ടുകളും, എന്ത് വേണ്ട, എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി, നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാക്കിയിട്ട് നമുക്ക് മാറ്റണം. സൂല് ഭയങ്കര രസമായിരിക്കും. കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കുക, വിത്ത് ഫാമിലി ആയിട്ട് എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ നടത്തുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വളരെ അത്യാവശ്യമായ ഈ കാലഘട്ടത്തിന് അത്യാവശ്യമായ ഒരു പ്രൊഡക്റ്റും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവാനുഗ്രഹമുള്ള വ്യക്തിത്വങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നതും ബയോട്ടോറിൽ എത്തിയിരിക്കും. ഒരു സംശയവും വേണ്ട, ദൈവം തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ആത്മവിശ്വാസത്തോടെ പോകാനുള്ള ഊർജവും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രിയോട് നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറി. താങ്ക് യു ഹാപ്പി ഓണം. താങ്ക് യു സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഓൾ ലീഡേഴ്സ്. Happy Onam to you all. Happy Onam everybody. Thank you. Thank you so much. Good night.